എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗാരോഗ്യം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 7 ദക്ഷൻ്റെ യാഗം പൂർണ്ണമാകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മഹാദേവനും ബ്രഹ്മാവും മറ്റു ദേവന്മാരും ഋഷിമാരും പുരോഹിതന്മാരെല്ലാവരും കൂടിയിട്ട് ദക്ഷൻ്റെ യാഗശാലയിലേക്ക് തിരിച്ചു വന്നു. മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ആ പണിഷ്മെൻ്റ് ശിക്ഷ കൊടുത്ത ദക്ഷൻ്റെ ശിരസ്, അതുപോലെ ഭൃഗുമഹർഷിയുടെ താടി, ഭഗൻ്റെ പല്ലുകൾ, അങ്ങനെയെല്ലാം അവർക്ക് കണ്ണുകൾ, അതെല്ലാം അങ്ങനെ അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ യജ്ഞം അവർ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ യജ്ഞേശ്വരനായ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ദക്ഷൻ എന്താ ചെയ്തത്? 3 യജ്ഞപാത്രങ്ങൾ, ഉത്തമമായ യജ്ഞപാത്രങ്ങൾ എടുത്ത് ആ യജ്ഞപാത്രങ്ങളിലേക്ക് മഹാവിഷ്ണുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഏകാഗ്രമായി ഭഗവാനിൽ കീഴടക്കിയ മനസ്സോടു കൂടിയിട്ട് ഹവിസ് കയ്യിലെടുത്ത് മന്ത്രങ്ങൾ ജപിച്ചു ഭഗവാനെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ മഹാവിഷ്ണു ആ യജ്ഞശാലയിലേക്ക് സന്നിഹിതനായി പ്രത്യക്ഷപ്പെട്ടു. വന്നത് ഗരുഡൻ്റെ പുറത്ത് ഏറിയിട്ട് വന്നു. ഭഗവാന്റെ ആ രൂപമാണ്, വന്ന ആ സ്വരൂപവർണ്ണനയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി ഇന്ന് ശ്ലോകം 22 തം ഉപാഗതം ആലക്ഷ്യ സർവേ സുരഗണാദയഃ പ്രണേമുഹു സഹസാ ഉത്തായ ബ്രഹ്മ ഇന്ദ്ര ത്രക്ഷനായകഃ. അങ്ങനെ തം അവിടെ ഉപാഗതം വന്നു ചേർന്ന മഹാവിഷ്ണുവിനെ, തം എന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ, ആലക്ഷ്യ കണ്ടിട്ട് സർവേ സുരഗണാദയ എല്ലാ ദേവന്മാരും, അതുപോലെ ബ്രഹ്മ ഇന്ദ്ര ബ്രഹ്മാവ്, ഇന്ദ്രൻ, ത്രക്ഷൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ, നായക എന്നീ നായകന്മാരും, ആ യജ്ഞത്തിൻ്റെ നായകന്മാരായിട്ടുള്ള ബ്രഹ്മാവ്, ഇന്ദ്രദേവൻ, അതുപോലെ മഹാദേവൻ, അതുപോലെ മറ്റെല്ലാ സുരഗണങ്ങളും ദേവന്മാരും ഋഷിമാരും എല്ലാവരും പ്രണേമുഹു നമസ്കരിച്ചു. സഹസാ ഉത്തായ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് മഹാവിഷ്ണുവിനെ, ഭഗവാനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 23 തത് തേജസ ഹതരുജഃ സന്നജിഹ്വാഹ സാധ്വസാഹ മൂർധന ധൃത അഞ്ജലീപുട ഉപദസ്തുഹു അദോക്ഷജം. എന്ന് വെച്ചാൽ തത് തേജസ ആ മഹാവിഷ്ണുവിൻ്റെ തേജസ്സിനാൽ ഹതരുജഃ തേജസ് മങ്ങിപ്പോയവരും, സന്നജിഹ്വ ഇടറിയ ശബ്ദത്തോടു കൂടിയവരും, സാധ്വസ അത്യധികം സന്തോഷമുള്ള മനസ്സോടു കൂടിയവരുമായ, അതായത് മഹാഭഗവാനെ കണ്ടപ്പോൾ ഭഗവാൻ ശ്രീഹരിയെ കണ്ടപ്പോൾ മനസ്സിലിങ്ങനെ വളരെയധികം അവിടെ നിന്ന് എല്ലാവർക്കും അത്രമാത്രം സന്തോഷം മനസ്സിൽ തോന്നി. അങ്ങനെ സന്തോഷം കൂടിയപ്പോൾ സന്നജിഹ്വ ഇടറിയ ശബ്ദം, നാവിൽ ശബ്ദം ശരിക്കും വരുന്നില്ല എന്നെന്ന്, ആ സന്തോഷാധിക്യത്താൽ ഇടറിയ ശബ്ദത്തോടു കൂടിയവരും, മഹാവിഷ്ണുവിൻ്റെ തേജസ്സിനാൽ മങ്ങിയ കാരണം ഇവരുടെ തേജസ്സിനേക്കാളും പ്രഭാവം ഉണ്ടായിരുന്നു ആ തേജസ്സിന്. അപ്പോൾ ആ മങ്ങിയ തേജസ്സോടു കൂടിയവരുമായ അവിടെ നിന്ന് എല്ലാ ദേവന്മാരും അദോക്ഷജം ആ ഭഗവാനെ മഹാവിഷ്ണുവിനെ മൂർധന ശിരസിൻ്റെ മുകളിലേക്ക് ധൃത അഞ്ജലി പുട കൈകൾ കൂപ്പിപ്പിടിച്ച്, അതായത് മുകളിലേക്ക് കൈകൾ കൂപ്പിപ്പിടിച്ച് ഉപദസ്തു സ്തുതിച്ചു എന്ന്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷനായപ്പോൾ ചാടി എഴുന്നേറ്റ് ശിരസിന് മുകളിലേക്ക് കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 24 അഭി അർവാക് വൃത്തയഃ യസ്യ മഹി തു ആത്മഭൂ ആദയഃ യഥാമതി ഗൃണന്തി സ്മ കൃത അനുഗ്രഹ വിഗ്രഹം. അതായത് ആത്മഭൂ ആദയ, അവിടെ ആ യജ്ഞശാലയിൽ നിൽക്കുന്ന ബ്രഹ്മാവ് മുതലായ, അതാണ് ആത്മഭൂ ആദയ മുതലായവരെല്ലാവരും അവർക്ക്
മഹാവിഷ്ണുവിൻ്റെ ആ പരമതത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും, അതാണ് അഭി അർവാക് വൃത്തയഃ. അർവാക് വൃത്തയഃ എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട്, മനസ്സിൻ്റെ പ്രവൃത്തിയാൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും, യസ്യ മഹി എന്ന് വെച്ചാൽ ആ മഹാവിഷ്ണുവിൻ്റെ ആ തത്വം, മാഹാത്മ്യം എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും യഥാമതി അവരുടെ ശക്തിക്കൊത്ത വിധം, കഴിവിനനുസരിച്ച് അവർ കൃത അനുഗ്രഹ വിഗ്രഹം, അതായത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ ഒരു ശരീരത്തെ സ്വീകരിച്ചു വന്ന ഭഗവാനെ ഗൃണന്തി സ്മ, അവർ വേണ്ട രീതിയിൽ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. പൂർണ്ണമായും മഹാവിഷ്ണു, ഇതിപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മഹാദേവൻ്റെ യഥാർത്ഥ തത്വത്തെ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിന് പോലും അറിയില്ല എന്നും, ഇപ്പോൾ ഇതാ പറയുന്നു മഹാവിഷ്ണുവിൻ്റെ യഥാർത്ഥ ആത്മതത്വത്തെ ബ്രഹ്മാവിനും മഹാദേവനും അറിയില്ല എന്നും, ബ്രഹ്മാവിൻ്റെ തത്വത്തെ മഹാദേവനും മഹാവിഷ്ണുവിനും അറിയില്ല എന്നും ത്രിമൂർത്തികൾ പരസ്പരം പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ 3 പേരും ഒരേ പ്രകൃതിയുടെ 3 ഭാവങ്ങളാണ്, ഒരേ ശക്തിയുടെ. അപ്പോൾ ഈ 3 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മായയിലാണ്, ബ്രഹ്മാവ് മുതൽ മായയിലാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരം സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ശരീരമുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരുടെ പിന്നിൽ ഇതിലും പരമമായി നിൽക്കുന്ന ആരാണോ ഈ രൂപമെടുത്തു വന്ന ആ പരമാത്മാവ് അല്ലെങ്കിൽ ആ പ്രകൃതി എന്ന ശക്തി, ആ ശക്തി അദൃശ്യമാണല്ലേ, അത് നമുക്ക് കാണാൻ കഴിയില്ല, അത് അദ്വൈതമാണ്. അപ്പോൾ പൂർണ്ണമായും ശരീരത്തിലിരുന്ന, മായയോട് കലർന്ന് ശരീരത്തിലിരിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അതിനപ്പുറത്തുള്ള ആ പ്രകൃതിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം മഹാദേവനെ സ്തുതിച്ചപ്പോൾ പറഞ്ഞു, അങ്ങയുടെ തത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്കോ മഹാവിഷ്ണുവിനോ സാധിച്ചിട്ടില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇപ്പോൾ മഹാവിഷ്ണുവിനെ സ്തുതിക്കുമ്പോൾ പറയുന്നു, ബ്രഹ്മാവിനോ മഹാദേവനോ മറ്റാർക്കും അങ്ങയുടെ തത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഇതേപോലെ തന്നെ ബ്രഹ്മാവിനെയും പറയുന്നു. അപ്പം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 3 രൂപത്തിലും ഇരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ പരമതത്വം ഉണ്ടല്ലോ, ആ ശക്തി എന്ന തത്വം, ആ ശക്തിക്ക് രൂപമില്ല, മായയ്ക്ക് പുറത്താണ് നിൽക്കുന്നത് അല്ലെ, അതീതമായി നിൽക്കുന്ന പരമശക്തിയാണ്. ആ ശക്തിയെ പൂർണ്ണമായും ശരീരത്തിലിരുന്ന മായയോട് കലർന്നിരിക്കുന്ന ഒരാൾക്ക്, അതായത് ദേവീ ദേവന്മാർക്ക് പോലും ത്രിമൂർത്തികൾക്ക് പോലും അദൃശ്യമായ അദ്വൈതമായ ശക്തിയെ പൂർണ്ണമായും 100% മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല അല്ലേ, കാരണം അവർ പോലും മായയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മായയ്ക്ക് അതീതം, മായയെ വരെ ചലിപ്പിക്കുന്ന ആ ശക്തിയെ പൂർണ്ണമായും ഞാൻ അറിഞ്ഞു എന്ന് അവർ പോലും പറയില്ല എന്നൊന്ന് മനസ്സിലായോ. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം മഹാവിഷ്ണുവിനെ പറയുന്നത് കേട്ടോ, ബ്രഹ്മാവ് മുതലായ ദേവി ദേവൻ ഞങ്ങൾ മുതലായവർക്ക് അഭി അർവാക്ക് വൃത്തയ, മനസ്സിൻ്റെ ചലനം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പൂർണ്ണമായും ആ തത്വത്തെ, യസ്യ മഹി അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഭക്തനെ അനുഗ്രഹിക്കാനായി മഹാവിഷ്ണുവിൻ്റെ ആ പ്രകൃതിയുടെ തത്വത്തെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടി മഹാവിഷ്ണുവിൻ്റെ ശരീരരൂപം എടുത്തു വന്ന അങ്ങയെ കഴിവിനനുസരിച്ച് ഞങ്ങൾ ഇതാ സ്തുതിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ബ്രഹ്മാവ് മുതലായവർ അവരുടെ ബുദ്ധിയിൽ എന്താ തോന്നുന്നത്, ആ രീതിയിൽ അവർ ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് നമ്മളിനി കാണുന്നത്. ആദ്യം തന്നെ ദക്ഷൻ എന്താ ചെയ്തതെന്ന്, ആ യജ്ഞത്തിൻ്റെ നേതാവ് കർത്താവ് ദക്ഷനാണല്ലോ. അപ്പോൾ ദക്ഷൻ എന്താണ് ചെയ്തതെന്നാണ് 25 പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ ആ യജ്ഞശാലയിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ചിത്തവൃത്തി ഉണ്ടല്ലോ, അവരുടെ മനോവൃത്തിക്കനുസരിച്ച് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പലരും പല വിധത്തിലാണ് സ്തുതിക്കുക. അപ്പോൾ ആ സ്തുതി കേൾക്കുമ്പോൾ അവരുടെ തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നു കേട്ടോ. അപ്പോൾ ആ സ്തുതി പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ആ സ്തുതിയിലാണ് ഓരോരുത്തരുടെയും മനോതലം മനസ്സിലാക്കാൻ പറ്റുക എന്നാണ്. അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് അതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ദക്ഷൻ ആദ്യം ചെയ്തത്, ദക്ഷഗൃഹീത അർഹണ സാധന ഉത്തമം യജ്ഞേശ്വരം വിശ്വസൃജാം പരം ഗുരും സുനന്ദ നന്ദ ആദി അനുഗൈഹി വൃതം മുദ ഗൃണൻ പ്രഭേദേ പ്രയതഃ കൃതാഞ്ജലി. ദക്ഷൻ
ഗൃഹീത അർഹണ സാധന ഉത്തമം. ഗൃഹീതം എന്ന് വെച്ചാൽ സ്വീകരിച്ചു എന്ന്. അർഹണ സാധന ഉത്തമം എന്ന് വെച്ചാൽ അർഹണം അർപ്പിച്ച, സാധന ഉത്തമം ഉത്തമമായ പാത്രത്തിൽ. അപ്പം ദക്ഷൻ തൊട്ട് മുന്നത്തെ ഭാഗത്ത് പറഞ്ഞല്ലോ 3 യജ്ഞപാത്രങ്ങൾ ഉത്തമ പാത്രങ്ങൾ എടുത്ത് അതിൽ യഥാവിധി മന്ത്രം ജപിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഹവിസ് സമർപ്പിച്ചു എന്ന്. അതിനെ ഗൃഹീത സ്വീകരിച്ച. അപ്പം ദക്ഷൻ ഉത്തമമായ പാത്രത്തിൽ യജ്ഞപാത്രത്തിൽ ഹവിസ് അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വീകരിച്ച് അവിടെ എത്തിയ മഹാവിഷ്ണു, യജ്ഞേശ്വരം, എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരനായ മഹാവിഷ്ണു, വിശ്വസൃജാം പരം ഗുരും, വിശ്വസൃജാം വിശ്വത്തെ സൃഷ്ടിക്കുന്ന പ്രജാപതിമാരുടെയൊക്കെ പരമഗുരുവായ ആ മഹാവിഷ്ണു എങ്ങനെയാ വന്നേ? സുനന്ദ നന്ദ ആദി അനുഗൈഹി. സുനന്ദൻ നന്ദൻ എന്ന അനുചരന്മാരാൽ ആവൃതം ചുറ്റപ്പെട്ടിട്ട് അവരോട് കൂടിയിട്ട് മുത വളരെ സന്തോഷത്തോടു കൂടി, കാരണം തൃപ്തിയായി മഹാവിഷ്ണുവിന് അർപ്പിച്ച ഹവിസ് അദ്ദേഹം സ്വീകരിച്ചു. പൂർണ്ണ സംതൃപ്തനായി നന്ദൻ സുനന്ദൻ എന്ന അനുചരന്മാരോടൊപ്പം ചുറ്റപ്പെട്ടിട്ടാണ് സന്തോഷത്തോടെ മഹാവിഷ്ണു എത്തിയത്. അങ്ങനെ എത്തിയ ഭഗവാനെ കൃതാഞ്ജലി കൂപ്പുകൈകളോടെ പ്രഭേദ എന്നാൽ ശരണം പ്രാപിച്ചു എന്ന്, പ്രായത എന്ന് വെച്ചാൽ കീഴടങ്ങിയ മനസ്സോടെ ഗൃണൻ പ്രണാമങ്ങൾ അർപ്പിച്ചു ദക്ഷൻ ആ മഹാവിഷ്ണുവിനെ. അപ്പോൾ ദക്ഷൻ ഉത്തമമായ പാത്രത്തിൽ ഹവിസെടുത്ത് മഹാവിഷ്ണുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ സന്തോഷവാനായി വിശ്വത്തിലെ പ്രജാപതിമാരുടെയും പരമഗുരുവായ യജ്ഞേശ്വരനായ മഹാവിഷ്ണു സുനന്ദൻ നന്ദൻ എന്ന അനുചരന്മാരാൽ ചുറ്റപ്പെട്ട് അവിടെ എത്തിച്ചേർന്നത് കണ്ടപ്പോൾ ആദ്യം തന്നെ ദക്ഷൻ കൂപ്പുകൈകളോടെ ആ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ദക്ഷൻ്റെ സ്തുതിയാണ് ഇനി നമ്മൾ 26ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഓരോരുത്തരും സ്തുതിക്കുന്നതാണ് ഇനി കാണുന്നത് കേട്ടോ. അപ്പൊ ദക്ഷൻ സ്തുതിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ. ദക്ഷ ഉവാച ശുദ്ധം സ്വദാംനി ഉപരത അഖില ബുദ്ധി അവസ്ഥം ചിന്മാത്രം ഏക അഭയം പ്രതിഷിധ്യമായാം തിഷ്ടൻ തയായേവ പുരുഷത്വം ഉപേത്യ തസ്യ ആസ്തേ ഭഗവൻ അപരിശുദ്ധ ഇവ ആത്മതന്ത്ര. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ദക്ഷൻ പറയാണ് ഭഗവാനെ, ശുദ്ധം പരിശുദ്ധമായ, സ്വധാംനി സ്വന്തം ധാമത്തിൽ വസിക്കുകയും ചെയ്യുന്ന, ഉപരത എന്ന് വെച്ച വാക്കിൻ്റെ അർത്ഥം മുകളിൽ, അഖില ബുദ്ധി അവസ്ഥ, അഖില ബുദ്ധി എല്ലാ ബുദ്ധിയുടെ അവസ്ഥകൾക്കും ഉപരതം എന്ന് വെച്ചാൽ മുകളിൽ എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിയുടെ 3 അവസ്ഥകൾ ഏതാ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അല്ലേ? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ബുദ്ധി പ്രവർത്തിക്കുന്നു, ഉറക്കം നല്ല സുഷുപ്തി ഗാഠനിദ്ര, സ്വപ്നം നമ്മുടെ ശരീരം അനങ്ങുന്നില്ലെങ്കിലും മനസ്സ് പ്രവർത്തിക്കുന്നു. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇത് 3 ഈ ബോധത്തിൻ്റെ 3 അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഉപരിയായിട്ട് നിൽക്കുന്നവനും, അപ്പം ജാഗ്രത സ്വപ്ന സുഷുപ്തിയാകുന്ന 3 ബോധാവസ്ഥയ്ക്ക് മുകളിൽ നിൽക്കുന്നവനും പരിശുദ്ധമായ സ്വന്തം ധാമത്തിൽ തിഷ്ടൻ സ്ഥിതി ചെയ്യുന്നവനും, അതുപോലെ തന്നെ ഏകം ഒരേ ഒരു ചൈതന്യമായ, അഭയം അതായത് ഭയമില്ലാത്തതും ഒരു നിർഭയമായിരിക്കുന്നതും മായ ചിത്തു മാത്രം പൂർണ്ണമായ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, പ്രതിഷിധ്യമായ മായയെ മറികടന്ന, മായയെ ജയിച്ചവനുമായ ഭഗവാനെ തയായേവ അങ്ങയുടെ തന്നെ ആ മായാശക്തിയാൽ പുരുഷത്വം ഉപേത്യ. പുരുഷത്വം എന്ന് വെച്ചാൽ ഒരു ശരീരരൂപത്തെ, ഒരു വ്യക്തി രൂപത്തെ, ഒരു ശരീരത്തെ ഉപേത്യ സ്വീകരിച്ചിട്ട് തസ്യാം അതിലിരുന്നപ്പോൾ, ആസ്തേ തസ്യാം ആസ്തേ എന്ന് വെച്ചാൽ അതിൽ സ്ഥിതി ചെയ്തവനായപ്പോൾ ഭവാൻ എന്ന് വെച്ചാൽ അങ്ങ് അപരിശുദ്ധ, പരിശുദ്ധനല്ല. കാരണം മായയെ എടുത്ത് മായയുടെ കലർപ്പോടുകൂടി ഒരു ശരീരത്തെ അങ്ങ് സ്വീകരിച്ചപ്പോൾ അപരിശുദ്ധ ഇവ പരിശുദ്ധനല്ല എന്ന പോലെ ആത്മതന്ത്ര എന്ന് വെച്ചാൽ അർത്ഥം ആത്മാവിൽ ലയിച്ച് സ്വതന്ത്രനായിരിക്കുന്നവൻ, പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നവൻ എന്നർത്ഥം. യഥാർത്ഥത്തിൽ ആത്മതന്ത്രനായ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന അങ്ങയുടെ തന്നെ മായയെ സ്വീകരിച്ച് ഒരു ശരീരത്തെ സ്വീകരിച്ച് ഞാൻ മായയിൽ കലർന്നവനാണ് എന്ന് നമുക്ക് തോന്നുന്ന പോലെ, സ്വതന്ത്രനല്ല മായയിൽ കലർന്ന് ഒരു ശരീരത്തെ എടുത്തവനാണ് എന്ന്, അപരിശുദ്ധൻ പരിശുദ്ധനല്ല എന്ന് തോന്നുന്ന പോലെ അങ്ങ് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങ് ഏറ്റവും പരിശുദ്ധമായ സ്വധാമത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത്
സ്വന്തം ഞാനാണ് ആര് എന്ന് അറിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന, അതുപോലെ തന്നെ ബോധത്തിൻ്റെ 3 അവസ്ഥകളെയും മറികടന്ന മായയെ ജയിച്ച ഒരേയൊരു നിർഭയമായ ചിത് മാത്രം പൂർണ്ണ ചൈതന്യമാകുന്നു അങ്ങ്. പക്ഷെ അങ്ങനെയുള്ള അങ്ങ് മായയോട് കലർന്ന് ഒരു ശരീരത്തെ സ്വീകരിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെ മുന്നിൽ മഹാവിഷ്ണു ആര്? സത്വഗുണ സ്വരൂപൻ. അപ്പം സത്വഗുണം കൂടി നിൽക്കുന്ന, മായയിൽ സത്വഗുണം കൂടി നിൽക്കുന്ന ഒരു ശരീരരൂപം എന്ന് ഞങ്ങൾക്ക്. അപ്പം സത്വഗുണം എന്ന് പറയുമ്പോൾ പൂർണ്ണ പരിശുദ്ധി വരില്ല, മായയോട് കലർന്നാൽ പൂർണ്ണ പരിശുദ്ധി ഇല്ല. അപ്പം അപരിശുദ്ധൻ എന്ന് തോന്നുന്ന പോലെ, എന്നാൽ യഥാർത്ഥത്തിൽ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന അങ്ങ് വന്നിരിക്കുന്നുവല്ലോ, അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ദക്ഷൻ ഭഗവാനെ സ്തുതിച്ചത്. അപ്പോൾ അതായത് അങ്ങേക്ക് അതിൻ്റെ ആവശ്യമില്ല, പൂർണ്ണ സ്വതന്ത്രനാണ്. പക്ഷേ അങ്ങനെയുള്ള ആ പൂർണ്ണ സ്വതന്ത്രൻ, ഒരേ ഒരു പൂർണ്ണ ചൈതന്യമായിരിക്കുന്ന അങ്ങ് മായയോട് കലർന്ന ഒരു ശരീരം സ്വീകരിച്ച് ഞാനും പരിശുദ്ധനല്ല, നിങ്ങളെപ്പോലെ തന്നെ സത്വഗുണം കൂടി നിൽക്കുന്ന ഒരു ശരീരരൂപമാണ് എൻ്റെ എന്ന് നമുക്ക് തോന്നുന്ന പോലെ, അപരിശുദ്ധൻ എന്ന് തോന്നുന്ന പോലെ വന്നുവല്ലോ ഭഗവാനെ എന്ന് അങ്ങയെ ഞങ്ങൾ ഇതാ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദക്ഷൻ നമസ്കരിക്കുന്നത്. അപ്പം ദക്ഷൻ്റെ സ്തുതി അങ്ങനെയായിരുന്നു. ആ മായയോട് കലർന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വന്നില്ലേ എന്ന് ഉള്ള രീതിയിലായിരുന്നു ദക്ഷൻ്റെ സ്തുതി. ഇനി രണ്ടാമത് സ്തുതിച്ചത് ഋത്വിജ ഊജു, അതായത് ഋത്വിക്കുകൾ, പുരോഹിതന്മാർ. ഊജു എന്ന് വെച്ചാൽ സ്തുതിക്കുന്നു പറഞ്ഞു. അപ്പോൾ പുരോഹിതന്മാർ എങ്ങനെയാണ് സ്തുതിച്ചതെന്ന് നോക്കാം. തത്വം ന തേ വയം അനഞ്ജനഃ രുദ്രശാപാത് കർമ്മണി അവഗ്രഹദിയഃ ഭഗവൻ വിദാമഃ ധർമ്മ ഉപലക്ഷണം ഇദം ത്രിവൃത് അധ്വരാഖ്യം ജ്ഞാതം യദർത്ഥം അതിദൈവം അധഃ വ്യവസ്ഥാഃ. അർത്ഥം എന്താന്ന് പറയട്ടെ. അതായത് തത്വം, തേ തത്വം, ഭഗവാനെ അങ്ങയുടെ തത്വം, ന ഞങ്ങൾക്ക്, വയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക്, ന എന്ന് വെച്ചാൽ ഇല്ല, അനഞ്ജന എന്ന് വെച്ചാൽ മാലിന്യം, അഴുക്കുകൾ, കലർപ്പില്ലാത്ത എന്ന അർത്ഥം. അപ്പം ഭഗവാനെ വിളിച്ചതാണ് മാലിന്യങ്ങളില്ലാത്ത, അഴുക്കുകളില്ലാത്ത പരിപൂർണ പരിശുദ്ധനായ ഭഗവാനെ. തേ തത്വം, അങ്ങയുടെ തത്വം പൂർണ്ണമായ യഥാർത്ഥ തത്വം, വയം ഞങ്ങൾക്ക്, നാ വിധാമ അറിയില്ല ഭഗവാനെ. അതിൻ്റെ കാരണം പറയാണ്, രുദ്രശാപാത്ത്, മഹാദേവൻ്റെ ശാപം നിമിത്തം. മഹാദേവനല്ല ശപിച്ചതാരാ? ഭഗവാന്റെ ഭൂതഗണങ്ങളിലെ നേതാവായ നന്ദീശ്വരൻ അല്ലേ. നന്ദീശ്വരൻ ദക്ഷൻ്റെ കോപത്താൽ ഭഗവാനെ അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ദക്ഷനെയും അത് കേട്ട് മിണ്ടാതിരുന്ന പുരോഹിതന്മാരെയും ഒക്കെ ശപിച്ചു. എന്താ ശപിച്ചത്? കർമ്മണി അവഗ്രഹദിയഃ, കർമ്മത്തിൽ ആസക്തിയുള്ള ബുദ്ധിയോടുകൂടിയവരായി തീരട്ടെ. ആ കർമ്മത്തിൻ്റെയും പുറത്ത് നിൽക്കുന്ന അദ്വൈതമാകുന്ന തത്വത്തെ നിങ്ങൾ പുരോഹിതർ, ബ്രാഹ്മണർ അറിയാതെ പോകട്ടെ എന്നായിരുന്നു. ഓർമ്മയുണ്ടല്ലോ നന്ദീശ്വരൻ ശപിച്ചത്. അന്നു മുതൽ അങ്ങനെയാണ് ബ്രാഹ്മണർ അങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം പെട്ടുകിടക്കും. അവർക്ക് ആത്മതത്വത്തെ അറിയാൻ സാധിക്കില്ല എന്ന് നന്ദീശ്വരൻ ശപിച്ചിരുന്നു. ഭൗതിക കർമ്മങ്ങളിൽ മാത്രമാണ് അവരുടെ ബുദ്ധി നിൽക്കുക എന്നത്. അതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഈ പുരോഹിതന്മാർ രുദ്രശാപത്താൽ, നന്ദീശ്വരൻ്റെ ശാപത്താൽ ഭഗവാനെ, മാലിന്യങ്ങളില്ലാത്ത ഭഗവാനെ, അങ്ങയുടെ ആ യഥാർത്ഥ തത്വത്തെ, പരമതത്വത്തെ ന വിധാമ ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. കാരണം നന്ദീശ്വരൻ്റെ ശാപം നിമിത്തം കർമ്മണി അവഗ്രഹദിയ, കർമ്മത്തിൽ മുഴുകിയ ആസക്തമായ ഒരു ബുദ്ധിയോടുകൂടിയവരായി തീർന്നു ഞങ്ങൾ. എന്നിട്ട് പറയാണ് ധർമ്മ ഉപലക്ഷണം ഇതം, എന്നാൽ ഇതം ഇപ്പോൾ ധർമ്മ ഉപലക്ഷണം, ധർമ്മം എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണുന്നത് എന്തിനെയൊക്കെയാണ്? വേദത്തെ അല്ലേ. പുരുഷാർത്ഥ ധാർമ്മികമായ രീതിയിലുള്ള ജീവിത രീതികളെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ധർമ്മം ഇന്നതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? വേദങ്ങൾ അല്ലേ. ത്രിവേദം, ത്രിവൃത് എന്ന് വെച്ചാൽ 3 വേദങ്ങൾ. ആ 3 വേദങ്ങൾ അധ്വരാഖ്യം എന്ന് വെച്ചാൽ യജ്ഞം എന്നു പേരുള്ള കർമ്മം, അതായത് യാഗയജ്ഞാദി പൂജകൾ, 3 വേദങ്ങൾ, ഇവയൊക്കെ ധർമ്മത്തിൻ്റെ ഉപലക്ഷണമാണ്. ഇതിനെയൊക്കെ
ജ്ഞാതം മാത്രമേ ജ്ഞാതം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ എന്ന്. എന്നിട്ട് പറയാണ് യത് അർത്ഥം, ഏതൊരു കർമ്മത്തെ അതിദൈവതം, ഏതൊരു കർമ്മത്തിനും ഒരു അതിദൈവതം എന്ന് വെച്ചാൽ അതിനെ നിയന്ത്രിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ട്. അതിനെ അധഹ, അതിനെ വ്യവസ്ഥ ചെയ്തത്, അതിനെ ക്രമീകരിച്ചതും ഈ വേദങ്ങളാണ്. എല്ലാ കാര്യത്തിനും നിയന്ത്രിക്കുന്ന അധീശ്വരന്മാരായിട്ടുള്ള ദേവന്മാരുണ്ട് അല്ലേ. ആ പ്രകൃതി തന്നെയാണ് സൂര്യദേവൻ, ഭൂമിക്ക് ഒരു ദേവൻ, ഭൂമിയെ നിയന്ത്രിക്കുന്ന ദേവൻ, വായുവിനെ, ദിക്കുകളെ, പഞ്ചേന്ദ്രിയങ്ങളെ, എല്ലാത്തിനെയും, പഞ്ചഭൂതങ്ങളെ, കാറ്റിനെ, ജലത്തെ, അഗ്നിദേവൻ, വരുണദേവൻ, ഇങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ട് അല്ലേ. അപ്പോൾ ആ പരിപാലനം നിയന്ത്രിക്കാൻ മഹാവിഷ്ണു സൃഷ്ടി സ്ഥിതി ഓരോന്നിനും ദേവന്മാരുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് യഥാർത്ഥം എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കാനുള്ള അതിദൈവതം, ആ ദേവന്മാരെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആ വേദങ്ങൾ, ധർമ്മത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള വേദങ്ങളും അതിൽ പറയുന്ന അധ്വരം എന്ന് വെച്ചാൽ അധ്വരം എന്ന പേരുള്ള യാഗയജ്ഞാദി കർമ്മങ്ങൾ മാത്രമേ ജ്ഞാതം ഞങ്ങൾക്കറിയുള്ളൂ. ആ ഭൗതികമായ വേദം, പുരുഷാർത്ഥങ്ങൾ, ധർമ്മമർത്ഥം കാമം മോക്ഷം, പിന്നെ വേദങ്ങളിൽ പറയുന്ന ഭൗതികമായ യാഗയജ്ഞാദി പൂജാതി കർമ്മങ്ങൾ, ഇത് മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. പക്ഷേ അതിൻ്റെയും അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു പരമതത്വം, ഭഗവാന്റെ ആ പരമതത്വം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം നന്ദീശ്വരൻ്റെ ശാപം നിമിത്തം ഈ ബാഹ്യമായ ആചാര അനുഷ്ഠാന പൂജാതി കർമ്മങ്ങളിൽ, യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ആസക്തമായ ബുദ്ധിയോട് കൂടിയവരായി തീർന്നു. അതുകൊണ്ട് പരമതത്വം ഞങ്ങളുടെ മുന്നിൽ മറയ്ക്കപ്പെട്ടു ഭഗവാനെ, അത് ഞങ്ങളുടെ ഉള്ളിൽ തെളിയിച്ചു തരണേ എന്ന പ്രാർത്ഥനയായിരുന്നു പുരോഹിതന്മാർ, ഋത്വിക്കുകൾ ഭഗവാന്റെ മുന്നിൽ. അതിനായി ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് പുരോഹിതന്മാർ ഭഗവാനെ നമസ്കരിച്ചു. അപ്പോൾ കണ്ടോ, അപ്പോൾ അവരുടെ ഉള്ളിലെ മാനസികാവസ്ഥ ആ തലാണ്. ഞങ്ങൾക്കത് തുറന്നു കാണാൻ, ആ ഒരു പരമതത്വത്തെ അറിയാനുള്ള അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭഗവാനെ പറഞ്ഞ് നമസ്കരിച്ചു. ഇനി ശ്ലോകം 28 സദസ്യ ഉജു, ആ യജ്ഞശാലയിൽ, ദക്ഷൻ്റെ യജ്ഞശാലയിലെ സദസ്സിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ, ആ സദസ്യര് എങ്ങനെയാണ് മഹാവിഷ്ണുവിനെ ഉപാസിച്ചത്. അപ്പം നമ്മളൊരു കാര്യം ഓർക്കുന്നുണ്ടോ, ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുമ്പോൾ ഇത് ഭഗവത്ഗീതയിലും കൃഷ്ണൻ പറയുന്നുണ്ട് അല്ലേ. യാം ഇമാം പുഷ്പിതാം വാചാം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരതാഹ പാർത്ത നാ അന്യത് അസ്തീതി വാദിനഃ എന്നൊരു ശ്ലോകമുണ്ട്. അതായത് വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ മാത്രം അനുവർത്തിച്ച് ജീവിക്കുന്നവർക്ക് ഒരിക്കലും മോക്ഷം സാധ്യമാവില്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ ദ്വൈതത്തിൽ നിന്നുള്ള മോക്ഷമാണ്. അപ്പോൾ പിന്നെ അദ്വൈതത്തിലേക്ക് എത്തി. വേദത്തിൽ പറയുന്നത് ഈ ഭൗതിക ധർമ്മങ്ങളെക്കുറിച്ചാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികമായ ജീവിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിൽ മാത്രം മനസ്സിൽപ്പെട്ട് അതാണ് പരമമായ സത്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്നവന് ഒരിക്കലും അദ്വൈതത്തെ, മോക്ഷത്തെ അറിയാൻ സാധിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരുന്നു. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ശ്ലോകം 28 സദസ്യ ഊജു, സദസ്യര് മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്. ഉത്പത്തി അധ്വനി അശരണ ഉരു ക്ലേശ ദുർഗെ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. സദസ്യര് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? സാധാരണ കാണുന്ന സദസ്യരാണ്. അതായത് വലിയ ബ്രാഹ്മണരോ ദേവന്മാരോ ത്രിമൂർത്തികളോ ഒന്നുമല്ല. ആ സദസ്സിൽ അത് കാണാൻ വന്നിരിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് കേട്ടോ. അപ്പോൾ അവരുടെ മനോതലാണ് ഇനി പറയുന്നത്. ഉത്പത്തി അധ്വനി അശരണ ഉരു ക്ലേശ ദുർഗേ അന്തക ഉഗ്ര വ്യാള അന്വിഷ്ടേ വിഷയമൃഗതൃഷ്ണ ആത്മഗേഹ ഉരുഭാരഃ ദ്വന്ദ്വശോഭ്രേ ഖല മൃഗഭയേ ശോകദാവേ അജ്ഞസാർത്ഥഃ പാദൗഗഃ തേ ശരണദഃ കഥാ യാതി കാമ ഉപസൃഷ്ടഃ. പറഞ്ഞത് കേട്ടാ. ഉത്പത്തി എന്നാൽ ആവർത്തിച്ചുള്ള ഭൂമിയിലോട്ടുള്ള ജനന മരണങ്ങളുടെ വന്നുപോക്ക്. ജനിച്ചും മരിച്ചും പുനർജനിച്ചും മരിച്ചും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചും മരിച്ചും വന്നിട്ടുള്ള ഈ പോക്കുണ്ടല്ലോ, അതിൽ അധ്വനി, ആ മാർഗത്തിൽപ്പെട്ട്, ആ വഴി ജനന മരണ ചക്രത്തിൽപ്പെട്ട് അശരണ, ആരും ശരണമില്ലാതെ, അതായത് അതിൽ നിന്നൊരു മോചനം നേടാൻ ആരും സഹായത്തിനില്ലാതെ, ഒരു ക്ലേശ, വലിയ വലിയ ദുഃഖങ്ങളെ, ക്ലേശങ്ങളെ,
ക്ലേശങ്ങളെ അനുഭവിച്ച് ദുർഗേ, ആ ക്ലേശമാകുന്ന എന്താ പറയുക ഭയാനകമായ കോട്ടകളുടെ ഉള്ളിലൂടെയൊക്കെ, അതായത് ജീവിത ദുരിതങ്ങളാകുന്ന കോട്ടയുടെ ഭയാനകമായ കോട്ടയുടെ ഉള്ളിലൂടെയൊക്കെ കടക്കുമ്പോഴും അന്ധക ഉഗ്ര, അപ്പോഴും മനസ്സമാധാനമില്ല, അപ്പോഴും മനസ്സിൽ ടെൻഷൻ. അന്ധക ഉഗ്ര, ആ ഭയാനകമായ കാലം, മരണത്തെ വ്യാള അനിഷ്ട, കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങപ്പെടുമല്ലോ, അതായത് മരണം വരുമല്ലോ എന്നുള്ള ഭയവും വിഷയ മൃഗതൃഷ്ണ, ഭൗതിക വിഷയങ്ങളാകുന്ന മൃഗതൃഷ്ണ, ആ മൃഗത്തിനോടുള്ള ആസക്തി, ഈ കുടുംബജീവിതം, സുഖം, ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തിയും നിറഞ്ഞ് ആത്മഗേഹ ഉരുഭാര, ആത്മം സ്വന്തം ശരീരം, ഗേഹം സ്വന്തം വീട് എന്നിങ്ങനെയുള്ള വലിയ ഭാരങ്ങളും ചുമന്ന് ദ്വന്ദ്ശുഭ്രേ, ദ്വന്ദ്ഭാവം, അതായത് സുഖം ദുഃഖം, അതായത് ജയം പരാജയം എന്നിങ്ങനെയുള്ള ദ്വൈതഭാവമാകുന്ന ശുഭ്രേ, കുഴിയിൽ വീണ് ഖലമൃഗഭയേ, നീചമായ അപകടകാരികളായ മൃഗങ്ങളെ ഭയന്ന്, എന്ന് വെച്ചാൽ മൃഗങ്ങളെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിൽ തന്നെ ദുഷ്ടചിന്തയുള്ള ആളുകളെ മറ്റുള്ളവർ ദ്രോഹിക്കല്ലോ, അവരെയൊക്കെ ഭയന്ന് ശോകതാവേ, ദുഃഖമാകുന്ന കാട്ടുതീയിൽപ്പെട്ട് ദഹിച്ച് നീറി അജ്ഞസാർത്ത, അജ്ഞാനികളായ, അങ്ങനെ ജീവിക്കുന്ന അജ്ഞാനികളായ ഞങ്ങൾക്ക് കാമ ഉപസൃഷ്ട, അതായത് കാമത്താൽ പീഡിതരായ, ആഗ്രഹങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ മനസ്സിൽ പാദൗക, അതായത് അങ്ങയുടെ ആ തൃപ്പാദങ്ങളിൽ ശരണതഃ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആശ്രയസ്ഥാനമായ ഭഗവാനെ, തേ പാദൗക, അങ്ങയുടെ ആ പാദാരവിന്ദ്രങ്ങളിൽ കഥായാതി എന്ന് അഭയം പ്രാപിക്കാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ ഭയത്തിൽ നിന്നുള്ള മോചനം ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആ പാതാരവിന്ദങ്ങൾ, പ്രകൃതി എന്ന ആ ശക്തിയുടെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി അടയുക എന്നതു മാത്രമാണ്, സമർപ്പിക്കുക എന്നതു മാത്രമാണ് ഒരേ ഒരു പോംവഴി. അതിനായിട്ടുള്ള മനസ്സ് അതെല്ലാവർക്കും സാധ്യമാവുന്നൊരു കാര്യമല്ല. വാക്കുകൊണ്ട് പറയുന്നതല്ല ഈ ശരണാഗതി അടയുക എന്ന് പറയുന്നത്. അത് ആ അവസ്ഥയിലേക്ക് മനസ്സ് എത്താനായിട്ടുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ എന്നാണ് സാധാരണക്കാരായ സദസ്യര് മഹാവിഷ്ണുവിനോട്, ഭഗവാനോട് ആവശ്യപ്പെട്ടത്. കണ്ട, ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ആരും ആശ്രയമില്ലാതെ വലിയ വലിയ ക്ലേശങ്ങളാകുന്ന ഗുഹകളും താണ്ടി അതിനോടൊപ്പം കാലമാകുന്ന സർപ്പത്താൽ വിഴുങ്ങുമല്ലോ എന്ന ഭയം, ഒപ്പം ഈ ജീവിച്ചിരിക്കുന്ന കാലം ഈ ലോകസുഖത്തിനോട് തോന്നുന്ന തൃഷ്ണ, ആഗ്രഹം, എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ കുടുംബം എന്ന വലിയ വലിയ ഒരു ഭാരം, ഈ ഭാരവും ചുമന്ന് സുഖവും ദുഃഖവുമാകുന്ന കുഴികളിൽ വീണും എണീറ്റും അതോടൊപ്പം കൂടെ ജീവിക്കുന്ന എന്താ പറയുക അധാർമികളായ ആളുകളെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതവും നയിക്കുന്ന, അങ്ങനെ ശോകമാകുന്ന കാട്ടുതീയിൽ നീറി ജീവിക്കുന്ന ഞങ്ങളെ പോലെയുള്ള അജ്ഞാനികൾക്ക് കാമത്താൽ പീഡിതമായ ഈ മനസ്സിൽ എന്നാണ് ഭഗവാനെ ഇതിൽ നിന്നൊക്കെയുള്ള രക്ഷയായിട്ടുള്ള അഭയസ്ഥാനം അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്നുള്ളതാ. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സുകൊണ്ട് എന്ന് സാധിക്കും ഭഗവാനെ, അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ആ സദസ്യര് മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? ഇനി അടുത്തത് ശ്ലോക 29 രുദ്ര ഉവാച, മഹാദേവനും മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നു. അത് കേട്ടോ. ഇവിടെ നമ്മൾ വലിയൊരു കാര്യം മനസ്സിലാക്കട്ടെ. ഭഗവാന്റെ ത്രിമൂർത്തികളുടെ ഒരു ഐക്യം കണ്ടോ. ബ്രഹ്മാവാണെങ്കിലും മഹാവിഷ്ണു ആണെങ്കിലും മഹാദേവനാണെങ്കിലും അവർ പരസ്പരം ആരാധിക്കുന്നു. മഹാവിഷ്ണു മഹാദേവനെ, മഹാവിഷ്ണുവും ബ്രഹ്മാവും മഹാദേവനെ, ബ്രഹ്മാവ് അവരെ തിരിച്ച്, വിഷ്ണു ഇവരെ രണ്ടുപേരെയും. ഇവർ ത്രിമൂർത്തികൾ 3 പേരും പരസ്പരം ആരാധിച്ചും പരസ്പരം ബഹുമാനിച്ചുമാണ് നിൽക്കുന്നത്. കാരണം അവർക്കറിയാം അവർ 3 ഒന്നാണെന്ന്. അവർ അദ്വൈതത്തിൽ ഇരിക്കുന്നവരായതുകൊണ്ട് അവർ 3 പേരും ഒന്നാണ്. ഒരാളില്ലെങ്കിൽ മറ്റാളില്ല, മറ്റാളില്ലെങ്കിൽ അടുത്ത ആളുമില്ല. അതവർക്കറിയാം. അപ്പം അവർ 3 പേരും പരസ്പരം ബഹുമാനിച്ചും അവർ പരസ്പരം ആരാധിച്ചും മനസ്സിൽ നമസ്കരിച്ചും ഇരിക്കുന്നു. അവരുടെ പേരിലാണ് ഭൂമിയിൽ മനുഷ്യർ ശിവാരാധകര്, വൈഷ്ണവാരാധകരെന്ന് പറഞ്ഞിട്ട് ഈ ദ്വൈതത്തിൽ കിടന്ന് അലയണ അല്ലേ. വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് മഹാദേവനെ ആരാധിക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ശൈവ ആരാധകർക്ക് വൈഷ്ണവ ആരാധകരെ സ്വീകരിക്കാൻ
അനുഭവിക്കാൻ പറ്റില്ല. ഈ കാണുന്ന ദ്വൈതങ്ങൾ മുഴുവനും ഇവിടെ നടക്കുന്നതാണ്. ഭഗവാന്മാർക്ക് 3 പേർക്കും അവർ പരസ്പരം ഒന്നാണെന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പം എന്താണ്ടോ മഹാദേവൻ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത് കേൾക്കും. തവ വരദ വാരാംഗ്രൗ ആശിഷ്യ ഇഹ അഖില അർത്ഥേ ഹി അഭി മുനിഭിഃ അസക്തഃ ആദരേണ അർഹണീയേ യദി രചിതധിയം മാ അവിദ്യലോകഃ അപവിദ്ധം ജപതി ന ഗണയേ തത് പര അനുഗ്രഹേണ എന്താ പറയണേ? വരദ അല്ലയോ വരം നൽകുന്ന ഭഗവാനെ, വരദാതാവേ, തവ അവിടത്തെ വരാംഗ്രൗ എന്ന് വെച്ചാൽ ആ പാതാരവിന്ദങ്ങൾ ഉണ്ടല്ലോ, അതിൽ ആശിഷ്യ അസക്ത മുനിഭിഹി, ആശിഷ്യ എന്ന് വെച്ചാൽ ഒരു ആഗ്രഹങ്ങളും അസക്ത മുനിഭിഹി ഇല്ലാത്ത മുനിമാർ പോലും അവിടെ അഖില അർത്ഥഃ സകല പുരുഷാർത്ഥങ്ങളെയും അനുഗ്രഹിച്ച് നൽകുന്ന ഒരേ ഒരു സ്ഥലം അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിക്കുക എന്നാണ്. അതാണ് ആ പറയുന്നത്. അഖില അർത്ഥേ മുഴുവൻ പുരുഷാർത്ഥ 4 പുരുഷാർത്ഥങ്ങളെയും അനുഗ്രഹിച്ച് കിട്ടുന്ന ഒരേ ഒരു അഭയസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ തൃപ്പാദങ്ങളിൽ മുനിമാർ പോലും ഒന്നും കാമിക്കാത്ത ഒരാഗ്രഹവും ഇല്ലാത്ത മുനിമാർ പോലും ആദരേണ അർഹണീയേ ആദരപൂർവം പൂജിക്കുന്നത്, ഒരാഗ്രഹവും ഇല്ല അവർക്ക്, മോക്ഷം പോലും ആഗ്രഹിക്കാത്ത മുനിമാർ പോലും ആ പുരുഷാർത്ഥങ്ങളെയൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരേ ഒരു അഭയസ്ഥാനമായ അങ്ങയുടെ തൃപ്പാദങ്ങളെ ആദരവോടുകൂടി പൂജിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഭഗവാനെ രചിതധിയം അങ്ങയിൽ രചിതം ഉറച്ചു കിട്ടിയ ധിയം മനസ്സോടുകൂടി അങ്ങയിൽ മനസ്സുറപ്പിച്ചവനായ മാ എന്നെ അവിദ്യലോക ഈ അറിവില്ലാത്ത ലോകര് അപവിദ്ധം അപമാനിച്ച് ഈ യജ്ഞത്തിൽ നിന്ന് മാറ്റി നിർത്തി ജപതി അപവിദ്യം ജപതി അപമാനിച്ച് ഈ ഒരു യജ്ഞത്തിൽ നിന്ന് മാറ്റി നിർത്തി അവർ ജപം നടത്തിയെങ്കിലും എനിക്കതിലൊരു ഞാനത് ഗണയെ ഞാനത് അവഗണിച്ചു എന്ന്. കാരണം അതിന് കാരണം ത്വത്പരാനുഗ്രഹേണ, അതുകൊണ്ടാണല്ലോ അങ്ങയുടെ അനുഗ്രഹം എനിക്കിപ്പോൾ കിട്ടിയത്. അങ്ങയെ നേരിൽ കണ്ടുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം എനിക്ക് കിട്ടാൻ കാരണം ഇതൊക്കെ ഉണ്ടായതല്ലേ. അന്ന് ഇവരെന്നെ അപമാനിച്ചതും അങ്ങനെ അവഗണിച്ചതും ഈ യജ്ഞം നടത്താൻ നോക്കിയത് കൊണ്ടാണല്ലോ ഇപ്പം അങ്ങ് അനുഗ്രഹിച്ച് ഇവിടെ വന്ന് അങ്ങയെ കാണുക എന്ന അനുഗ്രഹം എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഇതുവരെ ഉണ്ടായ എല്ലാ അവഗണനകളും അവജ്ഞകളും ഞാൻ എൻ്റെ ചിന്തയിൽ പോലും ഇല്ല എന്നെന്ന് മഹാദേവൻ പറയാം. അത് ഉണ്ടായിട്ടുമല്ല, അപ്പം മഹാവിഷ്ണുവിനെ കണ്ടതുകൊണ്ടല്ല അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാനോടുള്ള മഹാവിഷ്ണുവിനോടുള്ള ആദരവും ഭക്തിയും സ്നേഹം കൊണ്ടാണ് മഹാദേവൻ ആ വാക്ക് പറയുന്നത്. ഇത്രയൊക്കെ അവഗണിക്കപ്പെട്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരല്പം പോലും സങ്കടം, അതിൻ്റെ ഒരല്പം പോലും ചിന്ത എൻ്റെ ഉള്ളിലേ ഇല്ല. കാരണം അതങ്ങനെ നടന്നതുകൊണ്ടാണല്ലോ അങ്ങയെ കാണുക എന്ന അനുഗ്രഹം ഇപ്പോൾ എനിക്ക് സാധ്യമായത് എന്ന് മഹാദേവൻ പറയുന്നു. അപ്പം നോക്കൂ, അവരുടെ അവർ 3 പേരും ഒന്നാണെന്ന് അവരറിയുന്നു എന്ന തത്വമാണ് അതിലൂടെ പറയുന്നത്. അല്ലയോ ഭഗവാനെ, ഒന്നിനോടും ഒരാഗ്രഹവുമില്ലാത്ത സകല പുരുഷാർത്ഥങ്ങളെയും സാധിച്ചു കിട്ടുന്ന ആ തൃപ്പാദങ്ങളെ ഒന്നിനെയും ആഗ്രഹിക്കാത്ത മുനിമാർ പോലും ആദരവോടെ പൂജിക്കുന്നുണ്ടല്ലോ സർവേശ്വര. അങ്ങനെയുള്ള തൃപ്പാദങ്ങളോട് കൂടിയ അങ്ങയിൽ മനസ്സുറപ്പിച്ച എന്നെ മാറ്റി നിർത്തി അവഗണിച്ച് ഇവിടെ നടന്ന അജ്ഞാനികളാകുന്ന ഈ ലോകര് ഈ യജ്ഞം നടത്തിയെങ്കിലും ഞാൻ അതിനെയൊക്കെ അവഗണിക്കുന്നു. കാരണം അതുകൊണ്ടാണല്ലോ അങ്ങയെ കാണുക എന്ന അങ്ങയുടെ ദർശനമാകുന്ന പുണ്യം, ഈ അനുഗ്രഹം എനിക്ക് കിട്ടിയത് എന്ന് തൊഴുത് നമസ്കരിച്ച് മഹാദേവനും ഭഗവാനെ സ്തുതിച്ചു. ഇനി ഭൃഗു ഉവാച, ഭൃഗു മഹർഷി. അപ്പോൾ ഓരോരുത്തരുടെ സ്തുതിയും വ്യത്യസ്തമായിരുന്നു കണ്ട. അപ്പോൾ മഹാദേവൻ്റെ സ്തുതി കണ്ടില്ലേ, അതുപോലെ സദസ്യരുടെ സ്തുതി കണ്ടില്ലേ, ദക്ഷൻ്റെ സ്തുതി കണ്ടില്ലേ. ഇനി ഭൃഗു മഹർഷി എങ്ങനെയാണ് സ്തുതിച്ചതെന്ന്. ഭൃഗു മഹർഷിക്ക് നന്ദീശ്വരൻ ദേഷ്യം വന്ന് ബ്രാഹ്മണരെ ശപിച്ചപ്പോൾ ഭൃഗു മഹർഷിക്ക് ദേഷ്യം വന്ന് നന്ദീശ്വരനെ ശപിച്ചു അല്ലേ. ശിവനെ പൂജിക്കുന്ന ആരാധകർ വേദത്തെ എതിർക്കുന്നവരായി മാറട്ടെ, അല്ലെങ്കിൽ വേദവിധി പ്രകാരം ജീവിക്കാത്തവരായി മാറട്ടെ, അവരിലോ സാധാരണ ഇടയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടട്ടെ എന്നൊക്കെ ശപിച്ചിരുന്നു. അപ്പോൾ ശാപം കൊടുക്കുക എന്ന ഒരു കോപം സനകാദികൾക്ക് ജയവിജയന്മാരോട് തോന്നി. ഒരു നിമിഷ നേരത്തേക്ക് ഒരു ദേഷ്യം അല്ലേ. ഇവരൊക്കെ സമചിത്തതയിൽ എത്തിയിട്ട് പോലും ഇവർക്ക് ആ ഒരു നിമിഷം നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു. ഇവിടെ ഭൃഗു മഹർഷിക്കും ദേഷ്യം വന്നു, ഭൃഗു മഹർഷിയും ശപിച്ചു. അപ്പോൾ ദേഷ്യം മനസ്സിലെ ആ ഒരു ഏറ്റക്കുറച്ചിൽ അവർക്ക് വന്നപ്പോൾ അതിൻ്റെ അർത്ഥം മായയുടെ ആ സ്വാധീനം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭൃഗു മഹർഷി എന്താ പറയണേന്ന് നോക്കും.
യത് മായയാ ഗഹനയാ അപഹൃത ആത്മബോധ ബ്രഹ്മാദയ തനുഭൃത തമസി സ്വബന്ധഃ ന ആത്മൻശ്രിതം തവ വിദന്തി അധുനാഭി തത്വം സഹ അയം പ്രസീദതു ഭവാൻ പ്രണത ആത്മബന്ധു. എന്താ പറയുന്നത്? ഭഗവാനെ, യത് മായയാ, അങ്ങയുടെ മായയാൽ, ഗഹന, മറികടക്കാൻ കഴിയാത്ത ആ മായയിൽ, ഗഹനയ അപഹൃത ആത്മബോധ, അപഹരിക്കപ്പെട്ട ആത്മബോധമുള്ള ബ്രഹ്മാദയ, ബ്രഹ്മാവ് മുതലായ ഞങ്ങളെല്ലാവരും, ബ്രഹ്മാവ് മുതൽക്കേ ശരീരമുണ്ട് അല്ലേ? അപ്പോൾ ബ്രഹ്മാവ് മുതലായ എല്ലാവരും അങ്ങയുടെ മറികടക്കാൻ കഴിയാത്ത ആ പ്രകൃതിയുടെ മായാശക്തിയിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അതിൽ അപഹരിക്കപ്പെട്ട ആത്മബോധത്തോടു കൂടി, ആത്മബോധം നഷ്ടപ്പെട്ടവരായ ഞങ്ങൾ, തനുഭൃത, ശരീരത്തിലിരിക്കുന്ന ഞങ്ങൾ, തമസി സ്വബന്ധഃ, ആ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിനമാകുന്ന അന്ധകാരത്തിൽ, സ്വബന്ധഃ എന്ന് വെച്ചാൽ നിബന്ധിച്ചു പോയിന്ന്. അതുകൊണ്ടാണല്ലോ, ആ മായയിൽപ്പെട്ടിട്ടാണല്ലോ ഭൃഗു മഹർഷിക്കും ദേഷ്യം വന്നത്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ മനസ്സും ബാലൻസ്ഡ് ആയിട്ടില്ല എന്ന്. അപ്പം അതാണ് അദ്ദേഹം പറയുന്നത്, മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള ആ പ്രകൃതിയുടെ മായാവൈഭവം, അതിൽ പെട്ടുകിടക്കുന്ന ബ്രഹ്മാവ് മുതലായ ശരീരികളായ ഞങ്ങളെല്ലാവരും ആത്മബോധം നഷ്ടപ്പെട്ട് അജ്ഞാനത്തിൽ അങ്ങനെ നിപതിച്ചു കിടക്കുകയാണ്. ഞങ്ങൾക്ക് ന എന്നുവെച്ചാൽ ഇല്ല, ആത്മൻശ്രിതം, ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ വസിക്കുന്ന തവ, അങ്ങയെ, വിദന്തി അറിയാൻ സാധിക്കുന്നില്ല. അധുനാ അഭി തത്വം എന്ന് വെച്ചാൽ അങ്ങയുടെ ആ യഥാർത്ഥ തത്വം. അധുനാ അഭി, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അങ്ങയുടെ യഥാർത്ഥ തത്വത്തെ, ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അങ്ങ് വസിക്കുന്നത് എന്ന ആ തത്വത്തെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചിട്ടില്ല. സഹ അയം, അങ്ങനെയുള്ള ഭഗവാനെ, പ്രസീദതു, പ്രസാദിക്കണമേ ഭവാൻ, പ്രണത ആത്മബന്ധു, ശരണാഗതി അടഞ്ഞവരുടെ ആത്മബന്ധു, ഏറ്റവും വലിയ മിത്രമായ അങ്ങ് ഞങ്ങളെ പ്രസാദിക്കണേ എന്ന്. അപ്പം ഞങ്ങൾക്ക് ആ മായയെ മറികടക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഭൃഗു മഹർഷി തിരിച്ചറിഞ്ഞു. അപ്പോൾ മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടത് അതാണ്, അങ്ങയുടെ ആ മായാശക്തിയുടെ വൈഭവത്താൽ ആത്മബോധം നഷ്ടപ്പെട്ട് ബ്രഹ്മാവ് മുതലായ ഞങ്ങളെല്ലാവരും ആ അജ്ഞാനത്തിൽ, അന്ധകാരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ഞങ്ങളുടെ രൂപത്തിൽ ഒരു ശരീരരൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിന്നിട്ട് പോലും അങ്ങയുടെ യഥാർത്ഥ തത്വം ഉണ്ടല്ലോ, ആ അതിനു മുകളിൽ നിൽക്കുന്ന അദ്വൈതമാകുന്ന ആ തത്വത്തെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അങ്ങ് വസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് ഈ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞവരുടെ ഒക്കെ മിത്രമാണ് അങ്ങ്. അങ്ങനെയുള്ള ഞങ്ങളെ ഭഗവാനെ, അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചാലും, ഞങ്ങളെ ആ മായയിൽ നിന്ന് കരകയറ്റിയാലും എന്ന് ഭൃഗു മഹർഷി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനോതല അങ്ങനെയാണ്, അതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇനി ബ്രഹ്മോ വാച, ശ്ലോകം 31. ബ്രഹ്മാവ് എങ്ങനെയാണ് മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്? ന ഏതത് സ്വരൂപം ഭവതഃ അസൗ പദാർത്ഥ ഭേദഗ്രഹൈഃ പുരുഷഃ യാവത് ഈക്ഷേത് ജ്ഞാനസ്യ ച അർത്ഥസ്യ ഗുണസ്യ ച ആശ്രയഃ മായാമയാത് വ്യതിരിക്തഃ യതഃ ത്വം. ന ഏതത്, അറിയില്ല, സ്വരൂപം, ബ്രഹ്മാവ് പറയാണ് അങ്ങയുടെ യഥാർത്ഥ രൂപം, ഭവതഃ, അങ്ങയുടെ, അസൗ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന എല്ലാ ആളുകൾക്ക് പദാർത്ഥ ഭേദഗ്രഹേ, അതായത് അസൗ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ മനുഷ്യർക്ക്, ഇവിടെ കാണുന്ന ഈ വ്യക്തികൾക്ക് പദാർത്ഥ ഭേദഗ്രഹേ, എല്ലാ പദാർത്ഥങ്ങളെയും ഗ്രഹിക്കുന്ന, പദാർത്ഥം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെയൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട്, പുരുഷഃ, ഇവിടെ കാണുന്ന ഈ ആളുകൾക്ക്, യാവത് ഈക്ഷേത്, എങ്ങനെയൊക്കെ നോക്കിയാലും ന ഏതത് സ്വരൂപം, അങ്ങയുടെ സ്വരൂപത്തെ കാണാൻ സാധിക്കില്ല. അത് ശരിയല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ അനുഭവിക്കാനോ കഴിയുന്നതല്ല അദ്വൈതത്തെ. കാരണം മായയിൽ കലർന്നതിനെ മാത്രമേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയൂ. മായയ്ക്ക് പുറത്ത് നിൽക്കുന്നതിനെ കാണാൻ സാധിക്കില്ല. അതാണ് ബ്രഹ്മാവ് പറയുന്നത്, അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളെയും ഗ്രഹിക്കാൻ കഴിയുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു പുരുഷനും ഒരു വ്യക്തിക്കും ആ മായയ്ക്കതീതനായി പുറത്തു നിൽക്കുന്ന അങ്ങയെ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ആ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. കാരണം അങ്ങ് മായയ്ക്കതീതനാകുന്ന സാക്ഷാൽ പ്രകൃതി എന്ന ശക്തിയാണ്. ജ്ഞാനസ്യ, യഥാർത്ഥ ജ്ഞാനമായി,
ച അർത്ഥസ്യ ആ ജ്ഞാനത്തിൻ്റെ അർത്ഥമായി പൊരുളായി ഗുണസ്യ പ്രകൃതിയുടെ ത്രിഗുണങ്ങളായി ച ആശ്രയ ഇതിൻ്റെയൊക്കെ ആശ്രയസ്ഥാനമായിരിക്കുന്ന അങ്ങ് മായാമയാത് അങ്ങ് സൃഷ്ടിച്ച മായ കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ മായാമയമായ ഈ പ്രപഞ്ചത്തിൽ നിന്നും വ്യതിരിക്ത വ്യത്യസ്തനാണല്ലോ യഹ ത്വം അങ്ങ് അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ആവശ്യങ്ങളല്ല. ബ്രഹ്മദേവൻ പറഞ്ഞത് അങ്ങ് തന്നെ ആ പ്രകൃതി എന്ന ശക്തിയാണ്. അത് ബ്രഹ്മാവും അതെ, മഹാദേവനും അതെ, അത് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങ് ആ പ്രകൃതി എന്ന ശക്തിയാണ്. അങ്ങേക്ക് ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് അങ്ങയുടെ യഥാർത്ഥ തത്വത്തെ കാണാൻ സാധിക്കുകയില്ല. കാരണം ഈ മായയ്ക്ക് അതീതനായി നിൽക്കുന്ന അങ്ങ് യഥാർത്ഥ ജ്ഞാനം, അതിൻ്റെ പൊരുൾ, ത്രിഗുണങ്ങൾ ഇവയുടെയൊക്കെ ആശ്രയസ്ഥാനമായിരിക്കുന്ന അങ്ങ് മായ കൊണ്ട് അങ്ങയുടെ തന്നെ മായാശക്തി കൊണ്ട് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ നിന്നും വ്യതിരിക്ത എന്ന് വെച്ചാൽ വേറിട്ട് നിൽക്കുന്നവനാണ്, അതിനുമുപരിയായി നിൽക്കുന്നവനാണല്ലോ ഭഗവാനെ. അപ്പം ഭഗവാന്റെ ഈ മഹാവിഷ്ണുവിൻ്റെ ഈ ശരീരത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ പരമതത്വത്തെയാണ് ബ്രഹ്മാവ് ഇവിടെ. അതുകൊണ്ട് ഈ ശരീരമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന ആ പരമതത്വമാകുന്ന പ്രകൃതി എന്ന ശക്തി, അതിനെയാണ് ബ്രഹ്മാവ് സ്തുതിച്ചത്. മനസ്സിലായോ? അതാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവനാണല്ലോ ഭഗവാനെ അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ ആ പരമമായ പ്രകൃതി ശക്തിയെയാണ് അവിടെ സ്തുതിച്ചത് എന്നർത്ഥം. ഇനി ശ്ലോകം 32 ഇന്ദ്ര ഉവാച. പിന്നീട് ഇനി അടുത്തത് സ്തുതിക്കുന്ന ഇന്ദ്രനാ. ഇന്ദ്രൻ്റെ മനോതലം ഭൗതിക തലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ എപ്പോഴും ആർക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക? ആ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തിലാണ്, ആ രൂപത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. ബ്രഹ്മാവ് രൂപത്തിനല്ല, മായയ്ക്ക് അതീതമായി നിൽക്കുന്ന പ്രകൃതിയെയാണ് സ്തുതിച്ചത്. പക്ഷെ ഇവിടെ ഇന്ദ്രൻ സ്തുതിക്കുമ്പോൾ ആ രൂപത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതാണ് ഇവിടെ പറയുന്നത് ഇന്ദ്ര ഉവാച. ഇതം അഭി അച്യുതഃ വിശ്വഭാവനം വപുഃ ആനന്ദകരം മനോദൃശാം സുര വിദിക്ഷപണൈ ഉദായുധൈഃ ഭുജദണ്ഡൈഃ ഉപപന്ന അഷ്ടഭിഃ. ആ ശരീരത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഇന്ദ്രൻ്റെ സ്തുതിയിൽ. അതായത് ഇതം അഭി, ഇപ്രകാരമുള്ള, ഹേ അച്യുത, അല്ലയോ അച്യുത, വിശ്വഭാവനം, ഈ പ്രപഞ്ചത്തെ ഭാവന ചെയ്ത അല്ലെങ്കിൽ സങ്കല്പിച്ച്, ഈ പ്രപഞ്ചത്തിനെ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ച്, മനോദൃശാം, മനസ്സിനും കണ്ണിനും ആനന്ദകരമായിട്ടുള്ള, സുര വിദ്വിക്ഷപണൈ, സുരന്മാരെ ദ്രോഹിച്ച അസുരന്മാരെ ശിക്ഷിക്കുന്നതിനായി, ഉദായുധൈ, ആയുധങ്ങൾ ഉയർത്തിയ, ഭുജദണ്ഡൈ, കൈകളോടുകൂടിയ, അഷ്ടഭി, 8 കൈകളോടുകൂടി നിൽക്കുന്ന ആ ഭഗവാന്റെ ആ വപു, ഇതം വപു, ആ ശരീരം, ഉപപന്നം, അതാണ് ശരിയെന്ന്, അതാണ് ഉപപന്നം എന്ന് വെച്ചാൽ വാസ്തവം എന്നർത്ഥം. മനസ്സിലായോ? അത് യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രൂപത്തെ, ആ ശരീരത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇന്ദ്രദേവൻ നമസ്കരിക്കുന്നത്. ബ്രഹ്മാവ് നമസ്കരിച്ചത് ആ പ്രകൃതി എന്ന ശക്തിയെ, അദ്വൈതത്തെ. ഇന്ദ്രൻ ദ്വൈതഭാവത്തിലിരിക്കുന്ന ആ ശരീരത്തെ നമസ്കരിച്ചു എന്നർത്ഥം. അല്ലയോ അച്യുത, വിശ്വത്തെ ഭാവന ചെയ്ത് സൃഷ്ടിച്ച, കണ്ണിനും മനസ്സിനും ആനന്ദകരമായ, അസുരന്മാരെ ശിക്ഷിക്കാനായി 8 കൈകളിലും ആയുധം ഏന്തി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അങ്ങയുടെ ആ മഹാവിഷ്ണുവിൻ്റെ രൂപം വാസ്തവം തന്നെ. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ദ്രദേവനും സ്തുതിച്ചു. അടുത്തത് പത്നിയ ഊജു. പത്നി എന്ന് വെച്ചാൽ അവിടെയുള്ള പുരോഹിതന്മാരുടെ പത്നിമാരെ ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്. നിറയെ പുരോഹിതന്മാരുണ്ടല്ലോ ബ്രാഹ്മണരെ, അവരുടെ പത്നിമാര് മഹാവിഷ്ണുവിനെ സ്തുതിച്ചതാണ് പറയുന്നത്. യജ്ഞഃ അയം തവ യജനായ കേന സൃഷ്ടഃ വിധ്വസ്തഃ പശുപതിന അദ്യ ദക്ഷകോപാത് തം നഃ ത്വം ശവശയനാഭശാന്തമേധം യജ്ഞാത്മൻ നളിനരുച ദൃശാ പുനീഹി. ആ പത്നിമാര്, പുരോഹിത പത്നിമാര് എന്താ പറഞ്ഞതെന്നറിയോ? യജ്ഞ അയം, ഈ ഒരു യജ്ഞം, ദക്ഷൻ നടത്തിയ ഈ യജ്ഞം, തവ, അങ്ങയുടെ, തവ യജനായ, അതായത് അങ്ങയെ പൂജിക്കാനായിട്ട്, കേന, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് മഹാവിഷ്ണുവിനെ, ഭഗവാനെ, അങ്ങയെ പൂജിക്കാൻ ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, നിർദ്ദേശിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. എല്ലാ സൃഷ്ടിയും ബ്രഹ്മാവാണല്ലോ ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് തോന്നിപ്പിച്ച് ചെയ്യിക്കുന്നത് സൃഷ്ടിയും. അപ്പോൾ അങ്ങയെ പൂജിക്കാൻ, അതാണ് തവ യജനായ, അങ്ങയെ ആരാധിക്കാനായിട്ട് ഈ ഒരു യജ്ഞം ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് പശുപതി,
മഹാദേവനാൽ അദ്യ ഇന്ന് ഇപ്പോൾ ദക്ഷകോപാത്ത് ദക്ഷനോടുള്ള കോപത്താൽ വിധ്വസ്ത നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങയെ പൂജിക്കാനായി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു യജ്ഞം ഇന്ന് ദക്ഷനോടുള്ള കോപത്താൽ മഹാദേവനാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. തം അങ്ങ് നഹ ഞങ്ങൾക്ക് ത്വം ശവശയാനഭ ശാന്തമേതം ശവശയാനഭ ഒരു ശ്മശാന ഭൂമി പോലെ അശുദ്ധി നിറഞ്ഞതായ സമാധാനമില്ലാത്ത അശാന്തമായിരിക്കുന്ന അതാണ് ശാന്തമേധം ശാന്തി നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ യജ്ഞഭൂമിയെയും ഈ യജ്ഞത്തെയും യജ്ഞാത്മൻ എല്ലാ യജ്ഞങ്ങളുടെയും ഈശ്വരനായ ഭഗവാനെ അങ്ങ് നളിനരുച അതായത് ആ ഒരു താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ കൊണ്ട് ദൃശ ഒന്ന് നോക്കിയിട്ട് പുനീഹി ശുദ്ധീകരിച്ച് തരണേ എന്ന്. ഈ യജ്ഞഭൂമി ആകെ കലുഷിതമായി കിടക്കുക, അതേ അങ്ങ് ഒന്ന് ശുദ്ധീകരിച്ച് തരണേ എന്ന് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ പത്നിമാർ പുരോഹിത പത്നിമാർ പ്രാർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയെ ആരാധിക്കാനായി ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ യജ്ഞം ഇത് ദക്ഷനോടുള്ള കോപത്താൽ ഇന്ന് മഹാദേവനാൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇന്നിപ്പോൾ ഈ യജ്ഞശാല ഈ ഭൂമി ഒരു ശ്മശാന ഭൂമി പോലെ ശാന്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയിട്ട് ഭഗവാനെ ഈ യജ്ഞത്തെയും ഈ യജ്ഞശാലയെയും ഈ ഭൂമിയെയും അങ്ങ് ശുദ്ധീകരിച്ച് തരണമേ എന്ന് പറഞ്ഞ പത്നിമാർ സ്തുതിച്ചു ഭഗവാനെ. ഇനി 34 ഋഷയ ഊജു ഋഷിമാർ മുനിമാരെങ്ങനെയാണ് മഹാവിഷ്ണുവിനെ സ്തുതിച്ചതെന്ന്. അനന്വിതം തേ ഭഗവൻ വിചേഷ്ടിതം യദാത്മന ചരസീഹി കർമ്മന അജ്രസേ വിഭൂതയേ യദ ഉപസേതു ഈശ്വരീം നാമന്യതേ സ്വയം അനുവർത്തതീം ഭവാൻ. ഇവിടെ എന്താ പറയുന്നത്? ഋഷിമാരാണ് പറയുന്നത്. അപ്പം ഋഷിമാർ എന്ന് പറയുമ്പോൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോഴും ഭൗതിക വിഷയങ്ങളിൽ നിന്നും ആസക്തി നഷ്ടമില്ലാതെ ഭഗവാനിൽ മനസ്സുറയ്ക്കാൻ ആ മോക്ഷത്തിലേക്ക് പോകാനാണ് ഋഷിമാരെപ്പോഴും ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഭൗതിക കാര്യങ്ങളോടും മനസ്സ് ആസക്തി വരരുത്. മമതയിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഋഷിമാരെപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. അതാണ് കേട്ടോ. തേ ഭഗവൻ അല്ലയോ ഭഗവാനെ, തേ വിചേഷ്ടിതം അങ്ങയുടെ കർമ്മങ്ങൾ അനന്വിതം അത്യത്ഭുതകരമാണ് അങ്ങയുടെ കർമ്മങ്ങൾ. കാരണം എന്തെന്നാൽ ആത്മന അങ്ങ് കർമ്മ ഹി ചരസി എല്ലാ കർമ്മവും സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ന അജ്യസേ അതിനോട് ഒട്ടിച്ചേരാതെ അങ്ങ് എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അല്ലേ? ഭഗവാൻ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രത്യേകത എന്താ? നമ്മളെ പോലെ തന്നെ അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യുന്നു എന്ന ഭാവവും എൻ്റെ ബുദ്ധി വൈഭവത്താൽ എൻ്റെ കഴിവിനാൽ ഞാൻ ചെയ്യുന്നു എന്ന ഭാവവുമില്ല. നിഷ്കാമകർമ്മമായി ചെയ്യുന്നു, അതിൻ്റെ ഫലവും പ്രതീക്ഷിക്കുന്നില്ല. അതാണ് അങ്ങ് അതിനോട് ഒട്ടിച്ചേരാതെ എന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതാണ് ആ പറഞ്ഞത്. അങ്ങയുടെ കർമ്മങ്ങൾ അത്ഭുതം തന്നെയാണ് ഭഗവാനെ. കാരണം എന്തെന്നാൽ അങ്ങ് എല്ലാ കർമ്മങ്ങളും ചേഷ്ടിതം ചെയ്യുന്നുണ്ട്, അതിനോട് ന അജ്യസേ ഒട്ടിച്ചേരാതെ. എന്നിട്ട് പറയാണ് വിഭൂതയെ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി, എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന മഹാലക്ഷ്മിയെ യഥാന്ന് വെച്ചാൽ ഏതൊരു മഹാലക്ഷ്മിയെ ഉപസേതു ആരാധിക്കുന്നു ഈശ്വരിയും ആ ലക്ഷ്മീ ദേവിയെ, എല്ലാ വിഭൂതികളും ഐശ്വര്യങ്ങളും നൽകുന്ന ലക്ഷ്മീ ദേവിയെ ഈ ലോകത്തിലെ ജനങ്ങൾ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും ഉണ്ടാവാൻ വേണ്ടി ഉപസേതു ആരാധിക്കുന്നു. അങ്ങനെയുള്ള ലക്ഷ്മീ ദേവി സ്വയം അനുവർത്തതിയും ആ ലക്ഷ്മീ ദേവി സ്വയം സദാ ഭഗവാനോട് ചേർന്നിരിക്കുന്നു. സ്വയം അനുവർത്തതി ഭഗവാനോട് ചേർന്നാണ് സദാ ലക്ഷ്മീ ദേവി ഇരിക്കുന്നതെങ്കിലും ഭഗവാനെ അങ്ങ് നാ മന്യതേ ലക്ഷ്മീ ദേവിയോട് മമതയില്ലാതെ ഇരിക്കുന്നു. ഈ ലോകം മുഴുവൻ ഐശ്വര്യം കിട്ടാൻ ലക്ഷ്മീ ദേവിയെ ആരാധിക്കുന്നു. ആ ലക്ഷ്മീ ദേവി സദാ അങ്ങയോട് ചേർന്നിരിക്കുന്നവളായിട്ടും അങ്ങേക്ക് ആ ലക്ഷ്മീ ദേവിയോട് പോലും അറ്റാച്ച്മെൻറ്റ് ആ മമത ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. ഋഷിമാർ എപ്പോഴും ശ്രമിക്കുന്നത് ആ മമതയിൽ നിന്നും പുറത്ത് കിടക്കാനാണ്. അപ്പം അവർ പ്രാർത്ഥിക്കുന്നത് അതിനായി കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് പറഞ്ഞാട്ടാണ് അവർ മഹാവിഷ്ണുവിനെ
സ്തുതിക്കുന്നത് എന്നർത്ഥം. കണ്ടോ, ഭഗവാന്റെ കർമ്മങ്ങൾ എത്ര അത്ഭുതകരം. അങ്ങ് എല്ലാ കർമ്മവും ചെയ്യുന്നുണ്ട്, അറ്റാച്ച്മെൻറ്റ്, ആസക്തിയില്ലാതെ, ഒട്ടിച്ചേരാതെ. ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളും സമൃദ്ധി ഉണ്ടാവാൻ ലക്ഷ്മി ദേവിയെ പൂജിക്കുമ്പോൾ ആ ലക്ഷ്മി ദേവിയെ സദാ അങ്ങയോട് ചേർന്നിരുന്നിട്ട് പോലും അങ്ങ് ലക്ഷ്മി ദേവിയോട് പോലും മമതയില്ലാതെയാണല്ലോ ഇരിക്കുന്നത്. അത് അത്ഭുതം തന്നെയാണ്. ആ അവസ്ഥയെ പ്രാപിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണേ. ഋഷിമാരുടെ സ്തുതിയും പ്രാർത്ഥനയും അതായിരുന്നു. അടുത്തത് ശ്ലോകം 35, സിദ്ധ ഊജു. ഇനി അവിടെ ഉണ്ടായിരുന്ന സിദ്ധന്മാർ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിച്ചത്? അയം ത്വത് കഥാമൃഷ്ടപീയൂഷനദ്യാം മനോവാരണഃ ക്ലേശദാവാഗ്നി ദഗ്ധഃ തൃഷ ആർത്ത അവഘാടന സസ്മാരധാവം ന നിഷ്ക്രാമതി ബ്രഹ്മ സമ്പന്നവത് നഹ. അപ്പം സിദ്ധന്മാർ പറഞ്ഞത്, അയം ഞങ്ങളുടെ മനോവാരണ, മനസ്സിനെ ഒരു ആനയോട് ഉപമിച്ചിരിക്കാനട്ടാ സിദ്ധന്മാർ. ഞങ്ങളുടെ മനസ്സാകുന്ന ആന ക്ലേശദാവാഗ്നി ദഗ്ന, ഈ സംസാര ലോകജീവിതമാകുന്ന കാട്ടുതീയിൽപ്പെട്ട് ഇങ്ങനെ ദഹിച്ച് തൃഷ ആർത്ത, അതുകൊണ്ട് ദാഹിച്ച്, ആ പൊള്ളൽ ചൂടിൽ ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞ് ദുഃഖിക്കുമ്പോൾ ത്വത് കഥാമൃഷ്ടപീയൂഷ നദ്യാം, ഭഗവാനെ അങ്ങയുടെ കഥകളാകുന്ന ലീലകളാകുന്ന അമൃതധാരയിൽ ഇങ്ങനെ, ആ നദിയിൽ ഇങ്ങനെ അവഘാട നീന്തി കുളിച്ച് അതിലും മുഴുകിയപ്പോൾ ഞങ്ങൾക്ക് ദാവം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ജീവിത ദുരിതങ്ങളെ, ഈ ദുഃഖങ്ങളെ ന സസ്മാര, ഓർമ്മ വന്നേയില്ല എന്ന്, അതിനെക്കുറിച്ച് ഞങ്ങൾ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മസമ്പന്നവത്ത്, ബ്രഹ്മത്തിൽ ലയിച്ചതുപോലെയുള്ള ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സമാധാനം ഉണ്ടല്ലോ, അതിൽ നിന്നും നിഷ്ക്രാമതി, ഞങ്ങൾ ഒരിക്കൽ, നഹ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും ഇനി പുറത്തു കടക്കാനേ, ഈ ഒരു കഥാശ്രവണം കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്ക് ഇനി പറ്റില്ല എന്ന്, ആ കഥാശ്രവണത്തിൽ നിന്ന് ഇനി പുറത്തു കടക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചവന് പിന്നെ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുപോലെ, അതാണ് ബ്രഹ്മ സമ്പന്നവത്ത്. ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഇഷ്ടമില്ലാത്തവരെ പോലെ ഞങ്ങൾ അങ്ങയുടെ കഥാശ്രവണമാകുന്ന ആ അമൃതധാരയിൽ നിന്ന് ഇനി പുറത്തു കിടക്കാൻ, അതിനി ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതുപോലെയായി ഞങ്ങൾ എന്ന് സിദ്ധന്മാർ പറയുകയാണ്. ഞങ്ങളുടെ മനസ്സാകുന്ന ആന ലോകജീവിതമാകുന്ന ദുരിതക്കയത്തിൽപ്പെട്ട് ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയത് ഭഗവാന്റെ കഥാമൃതമാകുന്ന അമൃതധാരയിൽ ലയിച്ചത് കൊണ്ടാണ്. അതിൽ മുങ്ങിക്കുളിച്ചപ്പോൾ ഈ സംസാര ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ മറന്നുപോയി. അതൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ മനസ്സ് ഇതിനെ ആസ്വദിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൽ ലയിച്ചവൻ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹിക്കാത്ത പോലെ ഇനി ഈ കഥാശ്രവണത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് സിദ്ധന്മാരും പറഞ്ഞു ഭഗവാനെ സ്തുതിച്ചു. ഇനി യജമാനി ഉവാച, ശ്ലോകം 36. യജമാനി എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ പത്നി പ്രസൂതി ഭഗവാനെ സ്തുതിച്ചത് എങ്ങനെയെന്ന്. സ്വാഗതം തേ പ്രസീദേ ഈശാ തുഭ്യം നമഃ ശ്രീനിവാസ ശ്രിയാ കാന്തയാ ത്രാഹിനഃ ത്വം ഹൃദേ അധീശ ന അംഗൈഃ മഗ ശോഭതേ ശീർഷഹീനഃ കബന്ധഃ യഥാ പുരുഷഃ. അല്ലയോ ഈശാ, ഭഗവാനെ, തേ സ്വാഗതം, അങ്ങേക്ക് ഈ യജ്ഞഭൂമിയിലേക്ക് സ്വാഗതം. പ്രസീദേ, അങ്ങ് പ്രസാദിച്ചാലും. തുഭ്യം നമഃ, ഞങ്ങളിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ശ്രീനിവാസ, ശ്രീ ലക്ഷ്മി ദേവിയുടെ നിവാസ, വാസസ്ഥാനമായ ഭഗവാനെ, ശ്രീയഃ കാന്തായ, അങ്ങയുടെ പത്നിയായ ലക്ഷ്മി ദേവിയോടൊപ്പം ത്രാഹി നഹ, ഞങ്ങളെ അങ്ങ് രക്ഷിച്ചാലും. ത്വം ഹൃദേ അധീശ, അല്ലയോ അധീശ, ത്വം ഹൃദേ, അങ്ങയെ ഒഴിവാക്കിയ മഗഹ, ഒരു യജ്ഞം നടന്നാൽ, അങ്ങില്ലാതെ ഒരു യാഗമോ യജ്ഞമോ, മഗഹ എന്ന് വെച്ചാൽ യാഗയജ്ഞം, അത് നടന്നാൽ അത് എന്തുപോലെയാണെന്ന് ഉദാഹരണം പറയാണ് കേട്ടോ. ശീർഷഹീന, ശിരസ് നഷ്ടപ്പെട്ട, കബന്ധഹ, ഉടല്, ശരീരം മാത്രമുള്ള, യഥാ പുരുഷ, ഒരു വ്യക്തിയെ ന അംഗശോഭതേ, ആ ശരീരാംഗങ്ങൾ കൊണ്ട് ശോഭിക്കാൻ പറ്റുമോ? ഭംഗിയുണ്ടാവുമോ? ശിരസില്ലാതെ ശരീരം മാത്രമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ശരീരാവയവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ന ശോഭയെ, അതിന് ഒരു ശോഭയില്ല, ശിരസില്ലാതെ ശോഭിക്കില്ലാതെ എന്നതുപോലെ അങ്ങില്ലാത്ത യജ്ഞം ഒരിക്കലും ശോഭിക്കുകയില്ല എന്ന് പറഞ്ഞാണ് പ്രസൂതി ദേവി സ്തുതിച്ചത്. അല്ലയോ ഭഗവാനെ,
അങ്ങയ്ക്ക് ഈ യജ്ഞഭൂമിയിലേക്ക് സ്വാഗതം. അങ്ങ് പ്രസാദിച്ചാലും അങ്ങയെ നമസ്കരിക്കുന്നു. അങ്ങ് ലക്ഷ്മീദേവിയോടൊപ്പം വന്ന് ഞങ്ങളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും, അങ്ങില്ലാതെ അങ്ങയെ ഒഴിവാക്കിക്കൊണ്ടൊരു യജ്ഞം നടത്തിയാൽ, അങ്ങില്ലാത്ത ഒരു യജ്ഞം എന്ന് പറഞ്ഞാൽ ശിരസ് നഷ്ടപ്പെട്ട് ഉടലുമായ മാത്രമായ ഒരു വ്യക്തിയുടെ ശരീരാവയവങ്ങൾ കൊണ്ട് ഒരിക്കലും ശോഭിക്കാത്തതുപോലെ അങ്ങയില്ലാതെ ഒരു യജ്ഞം ഒരിക്കലും ശോഭിക്കില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞാണ് പ്രസൂതി ദേവി ദക്ഷപത്നി മഹാവിഷ്ണുവിനെ സ്തുതിച്ചത്. ഇനി 37 ലോകപാല ഊജു. ലോകപാലകന്മാർ മഹാവിഷ്ണുവിനെ സ്തുതിച്ചത് എങ്ങനെയെന്ന് പറയാണ്. ദൃഷ്ടഃ കിം നഃ ദൃഗ്ഭിഃ അസദ്ഗ്രഹൈ ത്വം പ്രത്യഗ്ദൃഷ്ടാ ദൃശ്യതേ യേന ദൃശ്യം മായാ ഹി ഏഷാ ഭവദീയ ഹി ഭൂമൻ യഹ ത്വം ഷഷ്ടഃ പഞ്ചഭിഃ ഭാസി ഭൂതൈഃ. എന്താ പറയണെന്നാ, അസത് ഗൃഹേ അസത്തായ ഈ ഭൗതിക കാര്യങ്ങളെയൊക്കെ ഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ത്വം അങ്ങയെ ദൃഷ്ടഃ കിം നഃ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൃഗ്ഭിഹി എന്ന് വെച്ചാൽ ദൃഗ് കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ത്വം അങ്ങയെ ദൃഷ്ടഃ കിം നഃ എന്ന് കാണാൻ പറ്റും. അതായത് ലോകപാലകന്മാരായ ദേവന്മാർ പറയാണ്, അവരൊന്നുകൂടി താഴെയില്ല, അവർ പറയാണ് ഈ അസത്തായിട്ടുള്ള ഭൗതിക വിഷയങ്ങളെ ഗ്രഹിക്കുന്ന കണ്ണു മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങാകുന്ന പരമസത്യത്തെ എന്ന് കാണാൻ സാധിക്കും. പ്രത്യഗ്ദൃഷ്ട എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നത് അങ്ങാണല്ലോ. ഏന അങ്ങയാലാണ് ദൃശ്യം ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും ദൃശ്യതേ ഞങ്ങൾ കാണുന്നത്. മായാഹിയേഷ എല്ലാം അങ്ങയുടെ മായാ വൈഭവമാണ്. ഭൂമൻ അല്ലയോ ഭഗവാനെ ഭവദീയഹി എല്ലാം അങ്ങയുടെ മായാവൈഭവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും അങ്ങയുടെ അനുഗ്രഹത്താലാണ് ഞങ്ങൾ കാണുന്നത്. യഹത്വം അങ്ങനെയുള്ള അങ്ങ് പഞ്ചഭിഹി ഭൂതൈ പഞ്ചഭൂതങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന ഷഷ്ട ആറാമത്തെ ഘടകമായി ഭാസി പ്രകാശിക്കുന്നു. പഞ്ചഭൂതങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന ആറാമത്തെ ഘടകം എന്ന് വെച്ചാൽ പരമതത്വം പരമാത്മാവായി അങ്ങ് പ്രകാശിക്കുന്നു. അപ്പം ലോകപാലകന്മാരായ ദേവന്മാർ പറഞ്ഞത്, അല്ലയോ ഭഗവാനെ ഭൂമൻ അങ്ങയുടെ മായാ വൈഭവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഭൗതിക പ്രപഞ്ചത്തെ ഞങ്ങൾ കാണുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഞങ്ങൾ ഈ ഭൗതിക വിഷയങ്ങളെയൊക്കെ ഗ്രഹിക്കുന്ന ഞങ്ങളുടെ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, പഞ്ചഭൂതങ്ങൾക്കും ഉപരിയായി നിൽക്കുന്ന ആറാമത്തെ ഘടകമായ പരമാത്മാവായിരിക്കുന്ന അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് ലോകപാലകന്മാരായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. ഇനി യോഗേശ്വര ഊജു, അതായത് അവിടെ നിന്നിരുന്ന മഹാന്മാരായ യോഗികൾ അവർ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിച്ചത് എന്ന് 38ാമത്തെ ശ്ലോകത്തിൽ. പ്രേയാൻ ന തേ അന്യ അസ്തി അമുദഃ ത്വയി പ്രഭോ പ്രേയാൻ നതേ അന്യഃ അസ്തി അമുദഃ ത്വയി പ്രഭോ വിശ്വാത്മനി ഈക്ഷേദനഃ പൃഥക് യഃ ആത്മനഃ അത അഭി ഭക്തി ഈശാ തയാ ഉപധാവതാം അനന്യവൃത്യ അനുഗ്രഹാണ വത്സലഃ. അപ്പോൾ യോഗേശ്വരന്മാർ യോഗികൾ എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഹേ പ്രഭോ അല്ലയോ ഭഗവാനെ, അതായത് വിശ്വാത്മനി വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്ന സർവാത്മാവായിരിക്കുന്ന അങ്ങയെ പൃഥക് യഹ ആത്മന എന്ന് വെച്ചാൽ ഞാനും അങ്ങയും സ്വയം ഞാനും അങ്ങും പൃഥക് വെവ്വേറെയാണ് എന്ന് ഈക്ഷേത് കാണാത്തവരെ എല്ലാം ഒന്ന് ഞാനും അങ്ങും ഒന്നാണെന്ന് കാണുന്നവരെ. അപ്പോൾ ഇവിടെ പറയുന്നത് ഞാനും അങ്ങും പൃഥക് വെവ്വേറെയാണെന്ന് ഈക്ഷേത് കാണാത്തവര് അങ്ങനെ തേ അന്യേ അസ്തി അങ്ങയിൽ നിന്ന് അന്യേ മറ്റുള്ളത് ഇല്ല നഹ എന്ന് വെച്ചാൽ ഇല്ല എന്ന് അസ്തി എന്ന് മനസ്സിലാക്കുന്ന അമുദു അവരേക്കാൾ ത്വയി അങ്ങേക്ക് പ്രിയപ്പെട്ടവരായിട്ട് വേറെ ആരുമില്ല. അവരാണ് അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങ്. ഇവിടെ നിന്ന് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് കാണുന്ന രൂപമാണെങ്കിലും ശബ്ദരൂപത്തിൽ കേൾക്കുന്ന ശബ്ദമാണെങ്കിലും മണമാണെങ്കിലും രുചിയാണെങ്കിലും സ്പർശമാണെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് കിട്ടിയോ അതിലൊക്കെ ഭഗവാനെ കാണുക. അവരെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ.
ആരായിരിക്കും? പ്രഹ്ലാദൻ. ബാല്യത്തിൽ ഇന്ന് വരെ ആരും അനുഭവിക്കാത്ത അത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും അവനവൻ്റെ ആൾക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടും അതിലൊക്കെ ഭഗവാനെ കണ്ട ഭക്തനാണ് പ്രഹ്ലാദൻ. അതല്ലേ പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ തൂണ് വരെ പിളർന്ന് ഭഗവാൻ ആ പ്രിയം കൊണ്ടാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി വന്നത്. ഭഗവാൻ ഏറ്റവും പ്രേയാൻ എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവൻ ആരാണെന്നോ? കുറേ അമ്പലത്തിൽ പോയി നാമം ജപിക്കുക, പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുക, ഇങ്ങനെ വായത്തോരാതെ ചൊല്ലി നടന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ മനസ്സിരിക്കുന്നവനല്ല യഥാർത്ഥ ഭക്തൻ എന്ന് ഭാഗവതം തന്നെ പറയുന്നു. ഭഗവാൻ ഏറ്റവും പ്രിയം ഈ സർവ്വപ്രപഞ്ചത്തിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണോ, നല്ല വാർത്തയാണെങ്കിലും കെട്ട വാർത്തയാണെങ്കിലും, നല്ല കാഴ്ചയാണെങ്കിലും നല്ലത് കെട്ടത് എന്ന ദ്വൈതമൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്നതല്ലേ. പക്ഷേ എന്ത് കിട്ടിയാലും അതിലൊക്കെ സർവേശ്വരനെ കാണുക. അവനാണ് ഭഗവാന് ഏറ്റവും പ്രിയം. ഇത് നല്ലത്, ഇത് വേറെ, ഇത് ഞാൻ, ഇത് നീയേ, ഭഗവാൻ വേറെ ഞാൻ വേറെ, ഈ വെവ്വേറെ ഭാവം ഇല്ലാത്തതാർക്കാണോ, ഭഗവാനിൽ നിന്ന് വേറിട്ടൊന്നുണ്ട് എന്ന് അസ്തു കാണാത്തത് ആരാണോ, അമുദഹ, അവരാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ എന്നറിയാമെന്ന് യോഗികൾ പറയാണ്. എന്നറിയാം, എന്നാലും അതാപി, എങ്കിൽ പോലും ഹേ ഈശ, അല്ലയോ ഭഗവാനെ, ഭക്തി അനന്യവൃത്യ, അങ്ങയിൽ മാത്രം അനന്യവൃത്തി എന്ന് വെച്ചാൽ എന്താ പറയുക? വേറൊരു ചിന്തയുമില്ലാത്ത ഭക്തി, അങ്ങയിൽ ഉറച്ച ഭക്തി എന്ന് പറയില്ലേ. അതിന് ഭാഗവതത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞത് എന്തായിരുന്നു? ഒരു വേശ്യാസ്ത്രീയെ പോലെ ആയിരിക്കണമെന്ന്. അതായത് അല്ലേ, വേശ്യാസ്ത്രീയല്ല, ഒരു പ്രണയിനിയെ പോലെ. അപ്പം പ്രണയിനിയുടെ മനസ്സിൽ അവളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ കാമുകനെ മാത്രം ചിന്തിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു ചിന്തയുമില്ലാതെ ഭഗവാനിൽ മാത്രം ഉറച്ച മനസ്സ്, അതാണ് അനന്യമായ ഭക്തി എന്ന് പറയാം. മറ്റൊന്നിലേക്ക് മനസ്സിൽ വേറെ ഒരു ചിന്തയും വരില്ല, ഭഗവാനെ മാത്രം. അപ്പം അങ്ങനെയുള്ള അനന്യവൃത്യാ ഭക്തി, അങ്ങനെയുള്ള ഭക്തിയുള്ള തയാ ഉപധാവതാം, അതായത് അങ്ങനെയുള്ള ഭക്തിയുള്ള ആരാധിക്കുന്ന, ഉപധാവത എന്ന് വെച്ചാൽ ആരാധിക്കുക, തയാ അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങളെ അനുഗ്രഹാണ വത്സല, അല്ലയോ ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പോൾ യോഗീശ്വരന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ളത് അതേ ഉള്ളൂ. അതായത് അങ്ങയിൽ നിന്ന് വേറിട്ട് മറ്റൊന്നും ഉണ്ട് എന്ന് കാണാത്ത, മറ്റൊന്നും കാണാത്ത, അങ്ങല്ലാതെ മറ്റൊന്നും കാണാത്ത അവരാണ് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരെന്നറിയാം. അത്രത്തോളം ഒന്നും മനസ്സെത്തിയിട്ടില്ലെങ്കിലും അനന്യഭക്തിയാണ് അങ്ങയോട്, ഏകാന്ത ചിത്തമായ അങ്ങയിൽ മാത്രം ലയിച്ച ഭക്തിയുള്ള ഞങ്ങളെപ്പോലെയുള്ളവരുടെ, അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള യോഗികളെ അങ്ങ് അനുഗ്രഹിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലും ദ്വൈതമുണ്ട്, ദ്വൈതം വിട്ടിട്ടില്ല, പക്ഷേ ഭക്തിയിൽ അനന്യവൃത്തിയാണ്, വേറൊരു ചിന്തയും ഇല്ലാത്ത ഭക്തിയാണ്. അങ്ങനെയുള്ള ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചാലേ എന്ന് യോഗികൾ പ്രാർത്ഥിക്കാണ്. കഴിഞ്ഞിട്ടില്ല, അവരൊന്നും കൂടി പറയുന്നു. 39ാമത്തെ ശ്ലോകം. ജഗത് ഉദ്ഭവ സ്ഥിതിലയേഷു ദൈവതഃ ബഹുവിദ്യമാന ഗുണയാ ആത്മമായയാ രചിത ആത്മഭേദമതയേ സ്വസംസ്ഥയാ വിനിവർത്തിത ബ്രഹ്മഗുണാത്മനേ നമഃ. ജഗത്തിൻ്റെ ഉദ്ഭവം, സ്ഥിതിലയം, ഉത്പത്തി സ്ഥിതി സംഹാരങ്ങൾ ദൈവതഃ, ഭഗവാന്റെ ഇച്ഛയാലാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഇച്ഛിച്ച് ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ ബഹുവിദ്യമാന, പല വിധത്തിലുള്ള ഗുണയ, ത്രിഗുണങ്ങൾ തന്നെ അതിൻ്റെ തോതിൽ പല വിധത്തിൽ വ്യത്യാസം വന്ന് ആത്മമായയ, സ്വന്തം മായാശക്തിയാൽ രചിത, ഭഗവാൻ സൃഷ്ടിച്ചു. ആത്മഭേദമതയെ, പലവിധ കർമ്മങ്ങൾക്കായി പലപല ശരീരരൂപങ്ങളെ സൃഷ്ടിച്ചു. സംസ്ഥയ, സ്വന്തം ആ മായാശക്തിയാൽ. എന്നിട്ട് വിനിവർത്തിത ബ്രഹ്മഗുണാത്മനെ, ആ മായയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിനിവർത്തിത ബ്രഹ്മ, ആ മായാഭ്രമത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുന്ന ഭഗവാനെ അങ്ങയെ നമഃ, ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന്. അങ്ങ് തന്നെ അങ്ങയുടെ മായാശക്തിയാൽ ഈ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വ്യതിചലനം വരുത്തി സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളും ഒക്കെ നടത്താനായി പല പല ശരീരരൂപങ്ങളിൽ അവതരിച്ചു. എന്നിട്ട് അങ്ങ് തന്നെ ആ മായയുടെ ഭ്രമത്തിൽ പുറത്തു കടക്കാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഭഗവാനെ അങ്ങയെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് അങ്ങനെ യോഗികൾ ഭഗവാനെ നമസ്കരിച്ചു.
ഇനി ഇന്നത്തെ അവസാനത്തെ ശ്ലോകം 40. ബ്രഹ്മോവാച. ബ്രഹ്മാവ് ഒന്നുകൂടി പറയാണ്, നമസ്തേ ശ്രിതസത്വായ ധർമാദീനാം ച സൂതയേ നിർഗുണായ ച യത് കാഷ്ടാം ന അഹം വേദപരേ അബീച്ച വേദ അപരേ അബീച്ച. നമസ്തേ ശ്രിതസത്വായ. ബ്രഹ്മാവ് പറയാണ്, സാത്വികമായ ഗുണം, ശ്രിതസത്വായ സാത്വിക ഗുണത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയ ധർമാദീനാം ച സുതയെ എല്ലാ ധർമ്മങ്ങളുടെയും പ്രഭവസ്ഥാനമായ സത്വഗുണ സ്വരൂപനും എല്ലാ ധർമ്മങ്ങളുടെയും പ്രഭവസ്ഥാനവുമായ നിർഗുണായ ത്രിഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന അങ്ങയുടെ യത് കാഷ്ടാം ആ യഥാർത്ഥ സ്ഥിതിയെ അഹം ഞാനും അപരെ മറ്റാരും തന്നെ ന വേദ ശരിയായ വിധത്തിൽ അറിയുന്നില്ലല്ലോ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്തേ നമസ്കരിക്കുന്നു എന്ന്. അപ്പം ബ്രഹ്മാവ് പറയാണ്, സത്വഗുണ സ്വരൂപനും ധർമ്മത്തിൻ്റെ പ്രഭവസ്ഥാനവും ത്രിഗുണങ്ങൾക്ക് അതീതനുമായിരിക്കുന്ന അങ്ങയുടെ ആ യഥാർത്ഥ തത്വത്തെ എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയെ, ആ പ്രകൃതി ശക്തിയെ, ആ അദ്വൈതത്തെ ഞാനോ ഇവിടെ നിൽക്കുന്ന മറ്റാരും തന്നെ പൂർണ്ണമായും അറിയാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ നമസ്കരിച്ചതാണ് നമ്മൾ കണ്ടത്. ഓരോരുത്തർ അവരവരുടെ മനോഗതത്തിനനുസരിച്ച് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.